മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ സംവിധായിക രത്തീനയുടെ ഹസ്ബൻഡ് മുഹമ്മദ് ഷർഷാദ് ബനിയാണ്ടിയാണ് നമ്മുടെ നമസ്കാരം. നമസ്കാരം. അതായത് മമ്മൂട്ടി അഭിനയിച്ച് താങ്കളുടെ ഭാര്യ സംവിധാനം ചെയ്ത സിനിമയാണ് പുഴു. ഏറെ വിവാദം സൃഷ്ടിച്ചൊരു സിനിമയാണ്. അതിൽ കുറേ വിവാദങ്ങൾ പുറമേ ഉണ്ടായി, അല്ലാതെ ജീവിതത്തിലും വലിയ വിവാദങ്ങൾ ഉണ്ടായി. അതിലൊന്നാണ് താങ്കളും ഭാര്യയുമായുള്ള ബന്ധം തന്നെ ഇല്ലാതായി. എന്താണ് അതിന് പിന്നിലുണ്ടായ സംഭവങ്ങൾ? ഇത് ഞാൻ പലതവണ പറഞ്ഞതാണ്, പക്ഷെ എന്നാലും പറയാണ്. അത് എന്താണെന്ന് അതിന്റെ വളരെ ചുരുക്കമായ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു കോക്കസ് അല്ലെങ്കിൽ ഒരു മാഫിയ ഗാംഗിൽ പോയി പെട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ കരിയറും നശിച്ച് അവർക്കിപ്പം സിനിമ പോലും ഇല്ലാത്ത വല്ലാത്തൊരു അവസ്ഥയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കോക്കസ് അല്ലെങ്കിൽ ആ മാഫിയ ഗാംഗിൽ നിന്ന് ഇപ്പോഴും അവർക്ക് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. ഇനി അത് പറ്റുന്ന കാര്യം അത്ര എളുപ്പമല്ല. കാരണം അത്രമാത്രം സാമ്പത്തികമായിട്ടും മറ്റു പല നിയമവിരുദ്ധമായ ആക്ടിവിറ്റീസും ഈ പുഴു സിനിമയുടെ ശേഷം പുഴു സിനിമ നടക്കുന്ന സമയത്ത് അവരെ ചുറ്റിപ്പറ്റിയിട്ട് അവരുടെ എക്സ്പീരിയൻസും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളും അവരുടെ ചാനലുകളും മറ്റു പല ഒഫീഷ്യൽ സംവിധാനങ്ങളും മിസ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് അതിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിക്ടിമാണ് ഞാൻ. അപ്പം കാരണം എന്നെ മാറ്റി നിർത്താന്നുള്ളത് ഇവരതൊക്കെ ആവശ്യങ്ങളായിരുന്നു. കാരണം ഞാൻ അവരെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് ഇവരെ ഉദ്ദേശിച്ചിട്ട് ഇവരെ പ്രൊഫൈൽ വെച്ചും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നടന്നു വരില്ല. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്നെ ആദ്യമായിട്ട് അവര് മാറ്റി നിർത്തപ്പെട്ടതും. അതിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രകാരം അഡ്വക്കേറ്റിനെ അടക്കം മമ്മൂട്ടിയുടെ ഓഫീസിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉദ്ദേശം അപ്പൊ ചിന്തിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, പൂർണ്ണമായിട്ട്, അതായത് നമ്മുടെ പ്രേക്ഷകർ ഇതൊന്നും കണ്ടിട്ടുണ്ടാവാതിരിക്കാം. എന്നിരുന്നാലും പൂർണ്ണമായിട്ടുണ്ടായ സംഭവങ്ങളൊന്ന് പറയാമോ? തുടക്കം മുതൽ താങ്കൾക്കുണ്ടായ അനുഭവങ്ങൾ. കാരണം താങ്കൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതം തന്നെ തകർന്നു. അതിന്റെ പേരിൽ ഏറ്റവും സുരക്ഷിതമായി ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് തകർന്നു പോയത്. കുട്ടികളുടെ ഭാവി വല്ലാത്ത അവസ്ഥയിലായി, താങ്കളുടെ ഭാവി വല്ലാത്ത അവസ്ഥയിലായി. മാത്രമല്ല താങ്കളുടെ ഭാര്യയും വല്ലാത്ത അവസ്ഥയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ട്. എന്താണ് ഉണ്ടായിട്ടുള്ളത്? തുടക്കം മുതൽ ഒന്ന് വിശദീകരിക്കാമോ? തുടക്കം മുതൽ പറയുകയാണെങ്കിൽ 2016 ഉണ്ടയുടെ ലൊക്കേഷനിൽ മമ്മൂക്ക ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ കുടുംബത്തിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ ഒറ്റ ധൈര്യത്തിൽ, ഒറ്റ ഗ്യാരണ്ടിയിൽ പുള്ളി എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും ചെയ്തു തരാന്നുള്ള ഒരു വാക്ക്. അന്ന് എൻ്റെ സുഹൃത്തും, എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാഹിക്കാരനായ എൻ്റെ സുഹൃത്ത്. പുള്ളി ആണ്, നമ്മൾ ഒരുമിച്ചാണ് ഡ്രൈവ് ചെയ്ത് വയനാട് വരെ പോയത് മാഹിന്ന്. എൻ്റെ കൂടെ വൈഫ് ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഇവരൊക്കെ സാക്ഷിയാണ് എന്ന് മമ്മൂക്ക തന്ന വാക്കുകൾ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒരു പ്രയാസങ്ങളും ഉണ്ടാവില്ല. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ല, അത് പേര് പിന്നീട് പറയാം. അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇപ്പൊ തോന്നില്ല. അറിയുന്നവർക്ക് മനസ്സിലാവും അത് ആരാ സുഹൃത്ത് എന്നുള്ളത്. എന്നെപ്പറ്റി എന്റെ സർക്കിളിലും എന്നെപ്പറ്റി ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന ആൾക്കാർക്ക് ആ സുഹൃത്ത് ആരാന്നുള്ളത് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അതിന്റെ മുമ്പ് 2010-11 മമ്മൂട്ടിനെ ഫസ്റ്റ് ഞങ്ങൾ കാണുന്നത് നമ്മുടെ ഈ ജവാൻ ഓഫ് വെള്ളിമല എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ പോയിട്ട്. പക്ഷെ അന്ന് പുള്ളി ഒരു വാക്കോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. സപ്പോർട്ട് ചെയ്യാം, പക്ഷെ നീ ഒരുപാട് വളരേണ്ടതുണ്ട്, ഒരുപാട് പടങ്ങൾ അസോസിയേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്, അസിസ്റ്റന്റ് ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് സ്ക്രിപ്റ്റുകൾ റെഫർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് വർഷങ്ങൾ എടുത്ത് 2016 മമ്മൂക്കാക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടാണ് ഉണ്ടയുടെ സെറ്റിൽ പോയി കാണുന്നതും ആ സ്ക്രിപ്റ്റ് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നതും. അതിന്റെ അടിസ്ഥാനത്തിൽ 2019 സിനിമ ചെയ്യാം, എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ എറണാകുളം, കൊച്ചി എന്നുള്ളത് ഇന്ന് ഇത്രയും വളരെ കണക്ടിവിറ്റി ഉള്ളത്. ഞാൻ പറഞ്ഞു, എനിക്കതിൽ പ്രയാസമൊന്നുമില്ല, അവരുടെ കരിയർ അല്ലേ, അത് പ്രകാരം കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അതുവരെ എവിടെയാ താമസിച്ചിരുന്നത്? ഞങ്ങൾ ഒരുമിച്ച് മദ്രാസിൽ കോടമ്പക്കത്ത് ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് 2003 ഞാൻ ഋത്തിനയുടെ പരിചയപ്പെടുന്നതും. അത് 2005 കല്യാണം കഴിയുന്നത്. 2005 മുതൽ ഞങ്ങൾ 2003 മുതൽ ഞങ്ങൾ ഒരുമിച്ച് ചെന്നൈയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മാഹിയിലെ വീട് മാഹിയിലായിരുന്നെങ്കിലും ഞാൻ ഒരു 6th 7th വരെ മാഹിയിൽ പഠിച്ചിട്ടുള്ളൂ. അവിടുന്ന് ശേഷം കംപ്ലീറ്റ്ലി ഷിഫ്റ്റഡ് ആണ്. എൻ്റെ ഫാദറിന് ഇവിടെ ജോലിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുടുംബപരമായിട്ട് ഇവിടെയാണ് വിദ്യാഭ്യാസം തുടർന്നതും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ വീണ്ടും പഠിത്തമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് പോയി. പിന്നെ
വീണ്ടും എനിക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെയൊക്കെയാണ് ഞാൻ വീണ്ടും ചെന്നൈയിൽ എത്തിപ്പെടുന്നത്. അത് 99 അവസാന ഘട്ടങ്ങളിൽ ആണ് വീണ്ടും ചെന്നൈയിൽ ഞാൻ ജോലിയായിട്ട് വരുന്നത്. അപ്പൊ അവിടുന്ന് അതിനുശേഷം ചെന്നൈ സെറ്റിലാണ്. ഈ റെത്തീനയായിട്ട് ഭാര്യയായിട്ട് എങ്ങനെയാണ് ആദ്യമായി കാണുന്നത്? ലവ് അഫെയർ ആയിരുന്നോ അല്ല അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അല്ലല്ല, ഞങ്ങളത് ഒരു പരിചയപ്പെട്ടുള്ള ഒരു മാരേജ് ആയിരുന്നു. കാരണം ഞങ്ങള് യാത്രയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഒരു മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് ചേരാൻ വേണ്ടി ട്രെയിനിൽ വരികയായിരുന്നു. ആ സമയത്ത് കണ്ടുമുട്ടി. അങ്ങനെ അവർ ഫസ്റ്റ് ടൈം വരികയായിരുന്നു മദ്രാസിൽ. അവരുടെ കൂടെ വേറെ അവരെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു കൊടുത്ത് അങ്ങനെ അത് പരിചയമായി. പിന്നെ അതൊരു നമ്മളൊരു സ്റ്റെപ്പറിലേക്ക് എത്തി. അങ്ങനെ അത് കല്യാണത്തിലേക്ക് വീട്ടിലൊക്കെ എതിർപ്പുകൾ ഉണ്ടെങ്കിലും പിന്നീട് അത് എല്ലാം ഇത് ചെയ്തുകൊണ്ട് 2005 ഡിസംബറിൽ പിന്നെ ഞങ്ങളെ മതാചാര പ്രകാരമുള്ള വിവാഹം കഴിയുമായിരുന്നു. എവിടെയുള്ള ആളാണ് രത്തീന? വീട് അവര് കോഴിക്കോട് ബാലുശ്ശേരി. ഓക്കെ. അങ്ങനെ അവിടുന്ന് പരിചയപ്പെട്ടു. അങ്ങനെ മാരേജ് 2005 കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് സിനിമാ മേഖലയിലേക്ക് വരാൻ കാരണം? സിനിമാ മേഖലയിലേക്ക് അവർ എത്തിപ്പെടുന്നത്, സിനിമാ മേഖലയിലേക്ക് വരണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവര് ബേസിക്കലി അവരൊരു ആർട്ടിസ്റ്റ് ആണ്. അതായത് അവര് ഡിസൈനറാണ്, ഗ്രാഫിക് ഡിസൈനറാണ്. പിന്നെ ആനിമേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് നല്ല നല്ല കഥകൾ, ചെറു കഥകളൊക്കെ എഴുതും. അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ളത് either സീരിയൽ, സിനിമ അങ്ങനെയുള്ള ലെവലിലേക്ക് പോവാണല്ലോ. അപ്പം ഫസ്റ്റ് ഇവർക്ക് കിട്ടുന്ന ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പിന്നെ ഒരു ഫ്രഞ്ച് ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടുന്ന് അങ്ങനെ പ്രിയദർശന്റെ ഒരു പടത്തിന്റെ പോസ്റ്റർ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ആദ്യമായിട്ടുള്ള ഒരു വർക്ക് കിട്ടുന്നത്. അതായത് അറബി ഒട്ടകം എന്ന് പറയുന്ന ഒരു സിനിമ, മോഹൻലാലിന്റെ സിനിമ, പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന സിനിമ. ആ സിനിമയുടെ പോസ്റ്റർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവർ ഡിസൈൻ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയദർശന്റെ അടുത്ത് നിന്നൊക്കെ കുറെ അപ്രീഷിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് സിനിമയിൽ വളരാനുള്ള അവകാശമുണ്ട്, പല മേഖലകളിൽ ഇവർക്ക് ചെയ്യാന്നുള്ള. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഡിസൈനറായിട്ട് കയറി. പിന്നെ അത് പ്രൊഡക്ഷൻ, 7 ആർട്സ് വിജയകുമാർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. പണ്ട് കാലത്ത് ഒരുപാട് സിനിമകൾ ചെയ്ത ആളാണ്. ഈ പട്ടണപ്രവേശം, നാടോടിക്കാറ്റ് അങ്ങനെയൊക്കെയുള്ള പടങ്ങളുണ്ടല്ലോ, നമ്മുടെ അക്കരെ ഒരുപാട് ചെയ്ത ആളാണ് 7 ആർട്സ് വിജയകുമാർ. പുള്ളിയുടെ അടുത്ത് അസോസിയേറ്റ് ചെയ്യപ്പെട്ടു. ആ പുള്ളി പ്രൊഡക്ഷൻ പഠിച്ചു. അവിടുന്ന് അങ്ങനെ ഒരു സീരിയൽ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സീരിയൽ പ്രൊഡക്ഷൻ കിട്ടി. ആ ഒരു സീരിയൽ ഒരു 300-350 എപ്പിസോഡ് അവർ പ്രൊഡക്ഷൻ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പല ഡയറക്ടേഴ്സിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് പടങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടി. വിജയകുമാറിന്റെ കൂടെ തന്നെ ബോളിവുഡ് മൂവി പോയിട്ട് അസിസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടി. അങ്ങനെ വളർന്നു വരുന്ന ആ കൂട്ടത്തിൽ ഇവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു മമ്മൂട്ടിനെ ഇവര് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, മമ്മൂട്ടിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണമെന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 2010 പോയി കാണുന്നത്. അപ്പൊ അന്ന് വളരെ ബേസിക് ആയ ആളായിരുന്നു. അതുകൊണ്ട് പുള്ളി പറഞ്ഞു ഒരുപാട് വളരേണ്ടതുണ്ട്, ഒരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്നെ പോലത്തെ ഉള്ള ഒരാൾ പടം ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല, നീ എക്സ്പീരിയൻസ് ചെയ്ത് വരിക, വീണ്ടും നമുക്ക് ഒരു കാലത്ത് കാണാം എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മീറ്റിംഗ് പോലെ കണ്ടു പിരിഞ്ഞു. മമ്മൂട്ടിയുടെ മാനേജർ ജോർജ് മുഖേനയാണ് അവിടെ എത്തുന്നത്. ജോർജിനെ നമുക്ക് കണക്ട് ചെയ്യുന്നത് ഇവിടെ ചെന്നൈയിലുള്ള ഒരു ജയറാം രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാബു സറിൽ സാറിന്റെ ഒക്കെ ഒരു റൈറ്റ് ഹാൻഡ് ഉണ്ട്. പുള്ളി ഫിലിം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പുള്ളിയാണ് കണക്ട് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും എനിക്ക് കൊച്ചിയിലുള്ള പാർട്ട്ണർ ഉണ്ട്, എന്റെ ബിസിനസ് നോക്കുന്ന പുള്ളിയും ഞാനും റത്തീനയും കൂടെയാണ് പോയി കാണുന്നത്. അങ്ങനെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ അന്നേരം ഒന്നും ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ടൊന്നും പുള്ളിന്റെ കാര്യത്തിൽ. പക്ഷെ 2016 അതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് കിട്ടി. വയനാട്ടിൽ നിന്നാണ്, ഉണ്ടയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട്. പുള്ളിക്ക് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു. നീ ഷിഫ്റ്റ് ചെയ്യണം, കാരണം ഇപ്പം ചെന്നൈയിലല്ല, കംപ്ലീറ്റ് മലയാള മൂവി കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പൊ ചെന്നൈയിൽ നിന്ന് ചെയ്യൽ ബുദ്ധിമുട്ടാണ്, പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊച്ചിയിൽ വന്ന് ഒരു 3-4 സിനിമയൊക്കെ ചെയ്ത് ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ നീ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രാധാന്യമല്ല, എവിടെ പോയാലും ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കുട്ടികളുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രയാസം. പക്ഷെ അതൊക്കെ പുള്ളി തന്നെ ഏർപ്പാടൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഷിഫ്റ്റ് ആയി. 19 സെക്കൻഡ് ഹാഫിലായിരുന്നു. മമ്മൂട്ടി തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. കുട്ടികളുടെ മമ്മൂട്ടിന്റെ സഹായങ്ങൾ ഉണ്ടായിരുന്നു. സഹായങ്ങൾ, അതായത് നമ്മൾ എവിടെയൊക്കെ പുള്ളിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ ചോയ്സ് സ്കൂളിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയത് അങ്ങനെ തന്നെയാണ്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ 2019 സെക്കൻഡ് ഹാഫോ അല്ലെങ്കിൽ തേർഡ് ക്വാർട്ടറോ ചെയ്യാന്നുള്ളതാണ് പിന്നെ മമ്മൂട്ടിയുടെ ഒരു പ്ലാന്, ഇവരുടെ പടം. അപ്പൊ 19 നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പൊ 19 ഷിഫ്റ്റിങ് 18 കാരണം
അതിനിടയിൽ ഒരു സിനിമ ഇവർക്ക് വന്നു, ഉയരെ എന്ന് പറഞ്ഞ പാർവതിയുടെ ഒരു സിനിമ വന്നു. അത് കംപ്ലീറ്റ്ലി കേരളത്തിൽ ഷൂട്ടിംഗ് ആയപ്പോൾ ഇവർ അതിന്റെ കംപ്ലീറ്റ് പ്രോജക്ട് മാനേജ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻ അല്ല, കോഴിക്കോട് PVGയുടെ മക്കൾ അവരുടെ എസ്ക്യൂബ് എന്ന് പറയുന്ന പടത്തിന്റെ ഇതില് അവര് അപ്പം 19 ഷിഫ്റ്റ് ചെയ്യാൻ നിന്നത് 18 തന്നെ ഷിഫ്റ്റ് ആയി. അപ്പൊ ഷിഫ്റ്റ് ആകുന്ന തൊട്ട് മുമ്പാണ് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പലതവണ ഈ രാജേഷ് കൃഷ്ണനെ പരിചയപ്പെടുന്നത്. ഒരു പാർലമെന്റ് വിസിറ്റ് ഉണ്ടായിരുന്നു എന്റെ മകന്റെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട്. രാജേഷ് കൃഷ്ണൻ ആരാണ്, എവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്, എങ്ങനെയാണ്? രാജേഷ് കൃഷ്ണന എനിക്ക് ഈ നമ്മുടെ ഒരു ഡൽഹി ട്രിപ്പിൽ ഒരു പാർലമെന്റ് പാസിന്റെ ഒരു ഇതായിട്ടാണ് ഫസ്റ്റ് ബന്ധപ്പെടുന്നത്. MP ഗോവിന്ദ മാഷിന്റെ മകനാണ് പരിചയപ്പെടുത്തിയത്. 2018 ജനുവരി 26 റിപ്പബ്ലിക് ഡേന്റെ ഡേ ആ സെലിബ്രേഷനിൽ നമ്മൾ പോയതായിരുന്നു. എന്റെ മകനൊരു അവിടെ പരേഡിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പാസ് ഉണ്ടായിരുന്നു. അതിനടിസ്ഥാനത്തിൽ നമ്മൾ കുടുംബസമേതം പോയതായിരുന്നു. അവിടുന്ന് അങ്ങനെ പാർലമെന്റ് ഒക്കെ കാണാമെന്നുള്ള, കാരണം നമ്മൾ ഡൽഹിയും ജയ്പൂറും ആഗ്രയൊക്കെ മുമ്പ് പോയി കണ്ടതാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ എന്താ കാണുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പാർലമെന്റ് കാണാമെന്നുള്ള ഒരു അവസരം പുള്ളി ഒരുക്കി തന്നു. അത് ഈ ഷ്യാമിനെ വിളിച്ചപ്പം PK ബിജു മുഖേന പുള്ളി പാസ്, അങ്ങനെ ജസ്റ്റ് ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പരിചയം പിന്നീട് നമ്മൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആകുന്ന സമയത്ത് ഇവന്റെ പല സഹായങ്ങളും നമുക്ക് വേണ്ടി വന്നു. ഒരു ഫിലിം പ്രൊഡ്യൂസേഴ്സിന്റെ ലോബി മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടറാണ് എന്നുള്ളത് അന്നേരം മനസ്സിലായി. അപ്പൊ നമുക്ക് ഓൾറെഡി ഹെൽപ്പ് ചെയ്ത ഒരാൾ അയാളടുത്ത് ഹെൽപ്പ് കൂടുതൽ ആവശ്യപ്പെടാൻ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ആൻഡ്രോ ജോസഫിനെ പോലത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ അതൊക്കെ ഈ പുള്ളിയാണ് മാനേജ് ചെയ്തത്. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്ത് പിന്നെ ആ ഒരു ബന്ധം കൂടുതൽ അവര് തമ്മിൽ അടുപ്പിച്ചു. അങ്ങനെയാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ 19 ചെയ്യേണ്ട സിനിമ അപ്പോഴത്തേക്ക് ഉയരെ ഇവര് ചെയ്തു, എല്ലാം കഴിഞ്ഞു. 19 സിനിമ വരുന്നു. ആ സിനിമ മമ്മൂട്ടിയുടെ സിനിമയായിട്ട് മുമ്പോട്ട് പോകുന്നു. പക്ഷേ 19 സെപ്റ്റംബർ ഒക്ടോബറിലായിരുന്നു മമ്മൂക്ക ഡേറ്റ് പ്ലാൻ ചെയ്തത്. അതൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിരുന്നു, ഒരു ട്രാവലിംഗ് മൂവി ആയിരുന്നു, ത്രൂ ഔട്ട് ട്രാവലിംഗ് മൂവി ആയിരുന്നു. അപ്പോഴാണ് ആ ഒരു പുള്ളിക്കാർ ഒക്ടോബർ നവംബർ എന്നുള്ളത് പുള്ളിക്ക് ബാക്ക്ലോഗ് കാരണം തീർക്കാൻ കഴിയാത്തത് കൊണ്ട് ആ പടം മാർച്ചിലേക്ക് വീണ്ടും റത്തീനയുടെ പടം പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ മാർച്ചിലാണ് കോവിഡ് വരുന്നത്. ഈ കഥ, റത്തീനയുടെ കഥ ആരെഴുതിയത്? റത്തീന എഴുതിയതാണ്. എഴുതിയതാണ്. തിരക്കഥ എല്ലാവരും ആ കഥ ഇന്നും മമ്മൂട്ടിയുടെ കയ്യിലുണ്ട്. പുള്ളിക്ക് അത് ചെയ്യാൻ വേണ്ടി പുള്ളി ഇന്ന് അന്നേ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അന്ന് അത് ചെയ്യേണ്ട പടം അന്ന് അതിന് വേണ്ടിയിട്ട് ആ റത്തീന എഴുതിക്കൊണ്ടിരിക്കുന്ന, അതായത് ശരിക്കും പുള്ളിക്കാരത്തിയുടെ ഫസ്റ്റ് പടത്തിൽ വരേണ്ടത് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ റത്തീന എന്നായിരുന്നു വരേണ്ടത്. ഓക്കെ, പക്ഷെ അത് സാഹചര്യങ്ങൾ കാരണം ആ പടം അന്ന് ചെയ്യാൻ പറ്റിയില്ല. കാരണം കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ ട്രാവലിംഗ് മൂവി. അപ്പൊ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വാക്സിൻ പോലും വന്നിട്ടില്ല, അപ്പൊ നമുക്കിത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവരുടെ വിഷമവും കാര്യങ്ങളും കണ്ടപ്പോ പറഞ്ഞു നീ വിഷമിക്കണ്ട, നിന്റെ സ്ലോട്ട് എനിക്ക് ഇപ്പൊ അവൈലബിൾ ഉണ്ട്. പക്ഷെ നിനക്കിപ്പം ആ പടം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സംഗതി നിനക്ക് ഒപ്പിക്കാൻ, എന്നിട്ട് നമുക്ക് ഈ മറ്റേത് പിന്നെ ചെയ്യാം. നിന്റെ ഡേറ്റ് ഞാൻ തന്നിരിക്കുന്ന ഡേറ്റിൽ എന്തെങ്കിലും, അങ്ങനെ ഒരു തട്ടിക്കൂട്ടൽ സംഭവമാണ് ഈ പുഴു കയറി വരുന്നത്. അപ്പൊ പുഴുവിനെ അവരെ മുമ്പിൽ തന്നെയാണ് ഇതൊക്കെ. അന്ന് അവരെന്നെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. പുഴുവിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് പുഴുവിന്റെ കഥ എന്താണെന്ന് താങ്കൾക്ക് അറിയുമായിരുന്നോ? ഇല്ല, എനിക്കറിയില്ല. ഒന്നാമത് ഞാൻ ഈ സിനിമയിൽ അങ്ങനെ ഇവരുടെ പേഴ്സണൽ ഈ കാര്യത്തിലൊന്നും അങ്ങനെ ഇടപെടാറില്ല. പക്ഷെ എൻ്റെ അടുത്ത് എന്തും ഷെയർ ചെയ്യായിരുന്നു. ഇന്നതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. പുഴു അപ്പം ഈ ഉണ്ടയുടെ റൈറ്ററെ വിളിച്ചു മമ്മൂക്ക, ഇവരെ എഡിറ്റിംഗ് കൊണ്ടുതന്നെ മമ്മൂക്കയുടെ വീട്ടിൽ നിന്നാണ് അത് സംഭവം. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഹർഷദ്, ഇങ്ങനെ ഒരു എനിക്കറിയാലോ നമ്മുടെ റത്തീന മദ്രാസിൽ നിന്ന് വന്നിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പം 1 വർഷത്തോളമായി, 1 വർഷം കഴിഞ്ഞു. അപ്പൊ അവരെ വാക്ക് എനിക്ക് ഫുൾഫിൽ ചെയ്യണം. അപ്പം അവരെ പടം ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു ട്രാവലിംഗ് പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വാക്സിനൊക്കെ എല്ലാം വന്ന് നോർമൽ ആയാലേ ആ പടം ചെയ്യാൻ പറ്റും. അപ്പൊ അതുവരെ അവർ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ ഇത്രയും വർഷം കാത്തു നിന്ന് ഫൈനലി ഇപ്പൊ ഇവർക്കും ഇവരതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ഉദ്ദേശ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് മാനസികമായ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതൊരു ഭാഗത്ത് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നീണ്ടുപോകുന്നതിന്. അതിനെതിരെ ഡോക്ടറെ കാണലും മെഡിസിനും കാര്യങ്ങളിലായിട്ട് അത് പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പുള്ളിക്ക് അറിഞ്ഞതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ വിളിച്ചു. അപ്പൊ പുള്ളിക്കാരൻ അപ്പൊ തന്നെ പറഞ്ഞു എന്താന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു ഒരു സാധനം ഉണ്ട്, പക്ഷെ അത് പിന്നെ എന്താ പറയാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. ഞാനത് വേറെ ആളെ ഉദ്ദേശിച്ചിട്ട് എഴുതിയ സാധനമാണ്. അതിൽ ഇങ്ങനെ നെഗറ്റീവ് റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നീ കൊണ്ടുപോകാൻ എന്താന്നുള്ളത് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിനെ വിളിച്ച് അങ്ങനെയാണ് ഇവരെ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി തയ്യാറാവുന്നത്. അപ്പൊ ആ സമയത്താണ്
ഇതിന് വേറെ പ്രൊഡ്യൂസറും ഓൾറെഡി ഈ റത്തീന എഴുതിയ സ്ക്രിപ്റ്റിന് പ്രൊഡ്യൂസറൊക്കെ റെഡിയായിരുന്നു. അപ്പൊ അവര് സ്ക്രിപ്റ്റ് മാറിയ ശേഷം ആ പ്രൊഡ്യൂസർ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ വേറൊരു പ്രൊഡ്യൂസറെ ഇവരെന്നെ കണ്ടെത്തി. ആ പ്രൊഡ്യൂസർ വന്ന് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് ടൈറ്റിൽ മാറ്റി സംഭവം അനൗൺസ് ചെയ്യുന്ന സമയത്താണ് ഈ രാജേഷ് കൃഷ്ണ പോയിട്ട് പറയുന്നത് എനിക്ക് ഇതിനകത്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവണം എന്ന് പറഞ്ഞപ്പോൾ മറ്റേ പ്രൊഡ്യൂസർ സമ്മതിച്ചില്ല. ആ പ്രൊഡ്യൂസർ പറഞ്ഞു എനിക്കൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവശ്യമില്ല, കാരണം എൻ്റെ അടുത്ത് കാശുണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്കിതിലായേ പറ്റൂ എന്നുള്ള രീതിയിൽ അവൻ്റെതായ പവർ ലോബികളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ആ പ്രൊഡ്യൂസറെ പുറത്താക്കി. എങ്ങനെയാണ് ഹണി ട്രാപ്പ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയും കൊണ്ട് പുള്ളിനെ വളരെ മോശമായി ചിത്രീകരിച്ച് മമ്മൂട്ടിന്റെ മുമ്പിൽ മോശമായ ചിത്രീകരണം നടത്തി. മമ്മൂട്ടി അത് വിശ്വസിച്ചു. നമുക്കത് വിശ്വസിച്ചിട്ട് പുള്ളിനെ മാറ്റിയാണ് ചെയ്തത്. പിന്നെ ആ പടം വീണ്ടും നിന്നപ്പം ഇദ്ദേഹം പ്രൊഡ്യൂസറായി അവതരിച്ച് ജോർജിന്റെ മുമ്പിൽ. ജോർജിന്റെ അടുത്ത് പറയൂ കംപ്ലീറ്റ് പടം ചെയ്യാനുള്ള പണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ജോർജിന്റെ കമ്പനിയിൽ ഇദ്ദേഹത്തിന്റെ ഈ പല എന്താ സോസ് എന്നൊന്നും പോലും അറിയില്ല. കാരണം 2016 വരെ ഇദ്ദേഹം ഒരു വട്ടപൂജയായിട്ടുണ്ടായ ആള് 2016 പിണറായി സർക്കാരിന്റെ വരവോട് കൂടിയിട്ടാണ് ഇദ്ദേഹം പ്രോപ്പർട്ടിയും മറ്റേ UK കമ്പനികൾ രജിസ്റ്റർ ചെയ്യും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പിട്ട് പോകുന്നത്. ഈ രാജേഷ് എന്താ പേര്? രാജേഷ് കൃഷ്ണ അദ്ദേഹം മുമ്പ് ആരായിരുന്നു? എന്താണ് ഇതിലുള്ള ബന്ധം? അദ്ദേഹം പണ്ട് കാലത്ത് SFIയുടെ പത്തനംതിട്ട ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആണ് എന്നാണ് ഞാൻ ഈ MP രാജേഷ് PK ബിജുവിനെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മനസ്സിലായത്. പിന്നീട് ഒരു ബ്രേക്ക് എടുത്ത് പുള്ളി UK പോയി. അതായത് പുള്ളിക്കാരന്റെ വൈഫ് അവിടെ സെറ്റിൽ ആയിരുന്നു. അപ്പൊ ഡിപ്പെൻഡിങ് വിസയിൽ പോയ ആളാണ്. ഇവിടുന്ന് പല പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ട് വീട്ടിലൊക്കെ ഇഷ്യൂസ് ഒക്കെ ആയപ്പം അങ്ങനെ കൊണ്ടുപോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടുന്ന് പിന്നെ വീണ്ടും ഈ VS അച്യുതാനന്ദന്റെ കാലത്തൊക്കെ പുള്ളി പല അറ്റംപ്റ്റുകൾ നടത്തിയെങ്കിലും പുള്ളിക്ക് ഒരു എൻട്രി കിട്ടിയില്ല. ഓക്കെ, അങ്ങനെ പുള്ളി ആ ഒരു ഇതിൽ അവിടെ ഇങ്ങനെ ഒരു ഈ ജേർണലിസ്റ്റുകൾക്ക് മലയാളത്തിലുള്ള പല പത്ര സ്ഥാപനങ്ങൾക്കും UK ന്യൂസുകൾ കൊടുക്കലും അങ്ങനെയുള്ള ഒരു വർക്ക് ഫ്രം ഹോം ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡിപ്പെൻഡിങ് വിസയിൽ കഴിയുന്ന ആള് 2016 പിണറായി സർക്കാർ വന്നതിന്റെ ശേഷമാണ് പുള്ളിയുടെ വിസ മാറുന്നതും പ്രൊഫൈല് മാറുന്നതും ഈ സുപ്രഭാതത്തിൽ ഒരു കോടീശ്വരനാകുന്നതും അവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു, UK കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇദ്ദേഹം ഒരു വലിയ പുള്ളിയാണ്, വലിയ പ്രൊഫൈലാണ്, കേരളത്തിലുള്ള പല മന്ത്രി. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോ ഒരാളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ അന്നേരം ഈ പ്രൊഫൈലും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ ഈ ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അന്വേഷിച്ചപ്പാണ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പിടുത്തം കിട്ടിയത്. ഈ രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുത്തിയത് ശ്യാമാണ്. ശ്യാം എന്ന് പറയുന്നത് MV ഗോവിന്ദന്റെ മകനാണ്. അതെ. അവര് തമ്മിലുള്ള ബന്ധം എന്താണ്? അവര് തമ്മിലുള്ള ബന്ധം പല സാമ്പത്തിക ഇടപാടുകളുണ്ട്. പിന്നെ മാഷ അന്ന് സെക്രട്ടറി അല്ലെങ്കിലും പക്ഷെ ശ്യാം ഒബിയസ്ലി സിനിമയിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ വിവാദ സംവിധായകൻ രഞ്ജിത്തിന്റെ ചീഫ് അസോസിയേറ്റ് ആണ്. അപ്പോ വർഷങ്ങളായിട്ട് രഞ്ജിത്തിന്റെ കൂടെയാണ് ശ്യാം. അപ്പൊ ശ്യാമിന് സിനിമ ചെയ്യാനുള്ള പല ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണെന്നുള്ള കൂടിയാണ് അറിഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന് കാരണം മാഷ് വളരെ അറിയാലോ, മാഷ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് മനുഷ്യരാണ്. മാഷിന്റെ അടുത്തുനിന്ന് അങ്ങനെയുള്ള ഒരു നിയമം വിട്ടിട്ടുള്ള ഒരു സഹായമൊന്നും മക്കളായാലും ആർക്കായാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് അവന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് എനിക്ക് പരിചയമുണ്ട് ശ്യാമിനെ. അപ്പം എനിക്കൊരു സഹായം വന്നപ്പോ പുള്ളി ഹെൽപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഏതോ ഒരു കേസിൽ താങ്കൾ ഇടപെട്ടിട്ടില്ലേ? അതെന്താണ്? അതൊരു ഞാൻ ഇടപെടാൻ കാരണം അതൊരു സെറ്റിൽമെന്റ് കേസ്. ആ സെറ്റിൽമെന്റ് കേസിൽ പിന്നെ വലിയൊരു മലബാറിലുള്ള ഒരു വലിയ വ്യവസായിനെ പണം വാങ്ങിച്ച് പറ്റിച്ചതാണ്. അപ്പൊ അതിൽ സെറ്റിൽമെന്റ് വരുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് ഞാൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഓപ്പോസിറ്റ് സൈഡിൽ ശ്യാമിന് വേണ്ടി വരുന്നത് രാജേഷ് കൃഷ്ണയാണ്. അങ്ങനെയാണ് രാജേഷ് കൃഷ്ണയായിട്ട് കൂടുതൽ നമ്മൾ രാജേഷ് കൃഷ്ണന്റെ പവറും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൽ നിന്ന് പിന്മാറി പോകേണ്ട വന്നു. കാരണം എന്താ വെച്ചാൽ ഇവരടുത്ത് ഭരണകക്ഷി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹം പിന്നെ കാശിന് വേണ്ടി ഇതില്ലെങ്കിൽ അവളുടെ വ്യവസായവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാവും എന്ന് അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം അത് ഒഴിവാക്കി പോയി. എത്ര കോടി റുപ്യായിരുന്നു അത് ഇടപാട് തട്ടിപ്പ് നടന്ന്? അത് ഏകദേശം ഒരു 2 കോടി രൂപയോളം വരും. ഓക്കെ. അപ്പൊ ഈ രാജേഷ് കൃഷ്ണ താങ്കളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാ കയറി വരുന്നത്? ഇതോടൊപ്പം ഈ രാജേഷ് കൃഷ്ണ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റ് കഴിഞ്ഞു, ഈ ടിക്കറ്റിന്റെ ഹെൽപ്പ് കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ പല ആൾക്കാരുടെ അടുത്തുനിന്നും പല ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പാർലമെന്റ് പാസ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്പർ പോലും സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് രാജേഷ് കൃഷ്ണനെ കാണുന്ന ഈ മധ്യസ്ഥ സമയത്താണ്, ഈ ഇതിന്റെ സമയത്ത്. അപ്പൊ ആ സമയത്താണ് പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായത്.
പിന്നെ വീണ്ടും എനിക്ക് ഈ ആൻഡ്രോ ജോസഫ് പോലെയുള്ള ആൾക്കാരുടെ അടുത്തു നിന്നുള്ള പ്രശ്നങ്ങൾ വൈഫ് നേരിടാൻ തുടങ്ങിയപ്പോൾ ആ സമയത്താണ് പിന്നെ വീണ്ടും ഈ രാജേഷ് കൃഷ്ണന്റെ ഹെൽപ്പ് നമ്മൾ ശ്യാമ മുഖേന നേടുന്നത്. എന്താണ് ഈ ആൻഡോ ജോസഫിന്റെ അടുത്തുണ്ടായ പ്രശ്നം? അല്ല, അത് അവര് വൈഫ് തമ്മിലുള്ള എന്തോ ഒരു പഴയ ഒരു സെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്ന എന്തോ ഒരു വിഷയമാണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള എന്തോ ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു വിഷയം, ആ ഒരു വൈരാഗ്യം ഈ ഇദ്ദേഹം വെച്ചും കൊണ്ട് ഇവർക്ക് സിനിമയിൽ ഈ അന്ന് അദ്ദേഹം എന്തോ ചാമ്പറിന്റെ പ്രസിഡന്റ് എന്തോ ആണ്. അപ്പൊ ഇവരുടെ പേപ്പർ ഇന്റൻഷ്യലി ഹോൾഡ് ചെയ്യപ്പെട്ടു അവിടെ ചാമ്പറിൽ, ഈ മമ്മൂട്ടിയുടെ. അപ്പൊ മമ്മൂട്ടി ആണെങ്കിൽ അതിൽ ഇടപെടുന്നില്ല, കാരണം ആന്റോ മമ്മൂക്കയുടെ ആളാണ്. അപ്പൊ അതിൽ പുള്ളിക്കാരനൊരു ലിമിറ്റ് ഉണ്ടാവാം. അങ്ങനെ രാജേഷ് കൃഷ്ണ ഇടപെട്ടപ്പാണ് പല ആളും നമ്മൾ ബന്ധപ്പെട്ടു, പല ആൾക്കും അത് തീർക്കാൻ പറ്റിയില്ല. പക്ഷെ രാജേഷ് കൃഷ്ണ ഇടപെട്ടപ്പം ആന്റോന് അത് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട വന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലായ ആന്റോന്റെ വൺ ഓഫ് ദ ഫണ്ടറാണ് രാജേഷ് എന്നുള്ളത്, ആന്റോന് വേണ്ടി ഫണ്ട് ചെയ്യുന്ന ആള്. അപ്പൊ അന്ന് വരെ ഈ പുഴു വരുന്നത് വരെ രാജേഷ് കൃഷ്ണ ഫിലിം മേഖലയിൽ ഫണ്ട് ചെയ്യപ്പെടുന്ന ആളാണ്. പക്ഷെ പുള്ളിയുടെ പ്രൊഫൈലോ കാര്യങ്ങളോ ആരും പുറത്ത്, കാരണം ഈ നോർമലി വലിയ വലിയ പ്രൊഡ്യൂസേഴ്സ് അവർക്ക് ഫണ്ട് ചെയ്യുന്ന ആൾ അവർ പുറത്തു വിടില്ല. അതിപ്പോ ഏത് ഫിലിം ഇൻഡസ്ട്രി എടുത്തോട്ടെ, കാരണം അവർ പുറത്തു വന്നു കഴിഞ്ഞാൽ അവര് പിന്നീട് ഇവർ ഔട്ടാവും, അവർ വരും. അതുകൊണ്ട് അവർ ആ ടേംസ് എങ്ങനെയാന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് ആരാന്ന് ഒരിക്കലും അറിയില്ല. പല ആൾക്കാരുടെ അടുത്ത് നിങ്ങളൊരു ബ്രാൻഡഡ് പ്രൊഡ്യൂസർ ആണെങ്കിൽ അവർ ഒരു പടം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് പല സോഴ്സിൽ ഫണ്ട് കിട്ടും, ന്യായമായ റിട്ടേൺസ് വെച്ചിട്ട്. അങ്ങനെയാണ് രാജേഷ് പുള്ളിയുടെ ഫണ്ടർ ആണെന്നൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ട് അപ്പം നമുക്കൊരു ഹെൽപ്പ് ചെയ്തെന്ന ആള്, നമുക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ആള്, അപ്പൊ ഇവന്റെ നമ്മൾ തമ്മിൽ ഫാമിലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധായി. പുള്ളിയുടെ ഫാമിലി വന്നു വെക്കേഷനിൽ നമ്മളെ കൊച്ചി ഫ്ലാറ്റിൽ വന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. ഇയാളുടെ ഭാര്യന്റെ അച്ഛനെയും ഇവരെ എല്ലാവരെയും നമുക്ക് അറിയായിരുന്നു. അപ്പൊ അവര് തമ്മിൽ അങ്ങനെയാണ് രാജേഷ് കൃഷ്ണ പുള്ളിയുടെ കൊച്ചിയിൽ നടക്കുന്ന സെക്യൂരിറ്റി ബിസിനസ് ചെന്നൈയിലേക്ക് വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ്, നിങ്ങൾ നമുക്ക് ഇത്രയും വലിയൊരു കാര്യം ചെയ്തെന്നല്ലേ, നമ്മൾ എന്തായാലും തയ്യാറാന്ന് പറഞ്ഞിട്ട് ആ സ്ഥാപനം ഇവിടെ ചെന്നൈയിൽ തുടങ്ങി അതിനൊരു നല്ലൊരു ബിസിനസ് ശൃംഖല ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മളെ ഈ പുഴുവിന്റെ സ്ക്രിപ്റ്റൊക്കെ ഞാൻ ഈ ഇവരുടെ ലാപ്ടോപ്പിൽ കാണാൻ തുടങ്ങിയത്. അപ്പൊ ആ സമയത്താണ് ഞാൻ എൻ്റെതായ പ്രശ്നങ്ങൾ പറഞ്ഞാൽ, ഇങ്ങനെ ഒരു സിനിമ, നിന്റെ ആദ്യത്തെ സിനിമ, ഇങ്ങനെ ഒരു സിനിമ ചെയ്യണോ? കാരണം നമുക്കൊക്കെ എല്ലാ വിധത്തിലുള്ള സുഹൃത്തുക്കളും ഉണ്ട്, ഇത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അപ്പൊ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യലേ മാർഗമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ഇല്ല. എന്താണ് ആക്ച്വലി താങ്കളെ വിഷമപ്പെടുത്തിയ സംഭവം ആ സ്ക്രിപ്റ്റില്? അല്ല, ആ സ്ക്രിപ്റ്റിൽ അതന്നെ മമ്മൂക്ക കൈകാര്യം ചെയ്യുന്ന ആ റോൾ തന്നെ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ. അദ്ദേഹം പിന്നെ ഒരു എന്താ പറയാ, ഒരു എന്താണ് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. നമ്മളിപ്പം ഒരു സവർണരുടെ ഭയങ്കരമായ അധികാരം ഉള്ള ഒരാള്, അപ്പം പെങ്ങള് ഒരു നോർമൽ ആളെ കല്യാണം കഴിച്ചപ്പം അവനെ വകവരുത്തുക. അപ്പൊ അതൊരു വേറൊരു എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സിഗ്നൽ എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ, നമ്മളത് വായിക്കും. സ്വന്തം പെങ്ങളെ ഭർത്താവായാൽ പോലും നീ നമ്മുടെ കാസ്റ്റ് അല്ലെങ്കിൽ ജാതിയിലുള്ള ആളല്ലെങ്കിൽ അവനെ വെച്ചിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു 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 സന്ദേശമാണല്ലോ അതിൽ കൂടെ കൊടുക്കപ്പെടുന്നത്. അത് എനിക്ക് ഉണ്ടായ അഭിപ്രായ വ്യത്യാസം, എന്റെ ഭാര്യ അങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യത്തെ സിനിമയായിട്ട്. കാരണം നമുക്കത് പല മേഖലകളിൽ ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം, അല്ലെങ്കിൽ നമ്മളെയും കൂടെ നമ്മളൊന്നും ഒരിക്കലും ഈ ഒരു എക്സ്ട്രീം ഒരു റിലീജിയനിലെ അങ്ങനെയുള്ള ഒരു ഇതല്ല. നമ്മളൊക്കെ വളരെ നോർമലായിട്ട് ജീവിക്കുന്ന മുസ്ലിം ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിലും വളരെ ഫോർവേഡായിട്ട് രാജ്യത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും സുഹൃത്തുക്കളും എല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിൽ ജീവിക്കുന്ന കുടുംബങ്ങളാണ്. ജാതി മതം നോക്കാതെ എല്ലാവരെയും നല്ല സൗഹൃദ ബന്ധം. അതെ, നമുക്ക് നമ്മളെ മതം പോലെ തന്നെ നമ്മൾ അന്യരെയും നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ അന്യമതസ്ഥര, എന്റെ അഫ്കോഴ്സ് എനിക്ക് കൂടുതലുള്ള സുഹൃത്തുക്കളും എന്റേത് അന്യമതസ്ഥരാണ്. എനിക്ക് അപ്പൊ ചെന്നൈയിൽ എനിക്കിപ്പോ എന്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ കൂടുതലും അപ്പർ കമ്മ്യൂണിറ്റി ആൾക്കാരാണ്. അപ്പൊ അവരെ മുമ്പിലൊക്കെ നീ എന്തിനാണ് നീ നമ്മുടെ ഇങ്ങനെ ഒരു വൈഫ് ഇങ്ങനെ ഒരു ഇത് ചെയ്തെന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് മറുപടി പറയലൊരു പ്രയാസമുള്ള കാര്യമാണല്ലോ. താങ്കൾ എന്താണ് ചെയ്യുന്നത് ആക്ച്വലി? ചെയ്യുന്നതാണ് എങ്ങനെ? താങ്കൾ എന്തായിരുന്നു ആ സമയത്ത്, എന്ത് ബിസിനസ് ആയിരുന്നു ആ സമയത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? അതായത് ഞാൻ 2010 ബിസിനസ് ആരംഭിക്കുന്നത്. അതായത് ഞാൻ അതുവരെ ജോലി ചെയ്ത ആളായിരുന്നു, നല്ല ഹൈ പ്രൊഫൈലിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ഇവരുടെ സിനിമയായിട്ടുള്ള ബന്ധപ്പെട്ട് ഇവരുടെ രാത്രിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ, ചെറിയ മോനുണ്ട്, ആദ്യത്തെ മൂത്ത മകൻ അപ്പൊ ചെറുതായിരുന്നു. അപ്പൊ അതെല്ലാം ബുദ്ധിമുട്ടായിട്ട് ഞാൻ ജോലി വിട്ടിട്ട് ചെറിയൊരു ബിസിനസ് ചെയ്തു. ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഒരു കമ്പനി
ഞാൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് പല രാജ്യത്തു നിന്ന് കൊണ്ടുവരാന്നുള്ളതാണ്. ഫാർ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പല മെറ്റീരിയൽ, ചൈന, ഇന്തോനേഷ്യ, മലേഷ്യ ഇങ്ങനെയുള്ള സ്ഥലത്ത് ബിൽഡിംഗ് മെറ്റീരിയൽ സാധനങ്ങൾ സോഴ്സ് ചെയ്തിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യുക. പിന്നെ ഇവിടുന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് സിമന്റ് എക്സ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കമ്പനി, ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എനിക്ക് രാജേഷിന്റെ ഈ സെക്യൂരിറ്റിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അതും ഞാൻ ഈ ചെന്നൈയിൽ എൻ്റെ കമ്പനിയുടെ ഇതിൽ തന്നെ അഡീഷണൽ ലൈസൻസും കാര്യങ്ങളെല്ലാം എടുത്ത് സെപ്പറേറ്റ്, കാരണം അതൊരു UK ബേസ്ഡ് കമ്പനിയാണ്, വലിയ കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടേതായ സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യണം. ആ കമ്പനിക്ക് ഇവിടെ ഒരു ബ്രാഞ്ചും കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് ആ ഒരു ബിസിനസ്സും നമ്മൾ തുടങ്ങി. അതും നല്ലൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം. അപ്പം ഈ പിന്നെ പുഴു സിനിമ നമ്മൾക്ക് ഇഷ്ടമില്ലാതെതായി അതിന് ശേഷം ഉണ്ടായുള്ള സംഭവ വികാസങ്ങൾ എങ്ങനെയാണ്? അല്ല, അതിന്റെ ശേഷം പുഴു ഷൂട്ടിംഗ് തുടങ്ങുന്ന മുമ്പ് തന്നെ നമ്മളെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിരുന്നു. അഭിപ്രായ വ്യത്യാസം വരാൻ വ്യത്യാസം ഒന്നാമത് ഈ പടം ചെയ്യണ്ടെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാനത് ഓക്കെ, ഇവരെ ഇതില് പിന്നെ എന്താ പറയാ, ഇവരെ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അത് കൂടുതൽ ഇവർക്ക് ചിലപ്പം ശാരീരികമായും മെന്റലി അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് ചിലപ്പം വന്നേക്കാം. കാരണം ഇവരൊരു വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്ന ആൾക്ക് ഒരു സാധനം കിട്ടിയതിന് ഞാൻ കാരണം പോണ്ട, ഓക്കെ ഇപ്പൊ ചെയ്യട്ടെ, നമുക്ക് എന്താന്ന് വെച്ചാൽ കാണാന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്താണ് പിന്നെ നമുക്ക് എന്താ പറയാ, ഈ രാജേഷ് കൃഷ്ണൻ എത്രമാത്രം ഇവരുടെ ജീവിതത്തിൽ കയറി ഇൻവോൾവ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, പല രീതിയിലും. അപ്പൊ അതെനിക്ക് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും താങ്കള് അർത്ഥമാക്കുന്നത് ഒരു സൂചന നൽകാമല്ലോ, താങ്കളുടെ ഒരു ദാമ്പത്യ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു. അതെ, അത് അവന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ജീവിതത്തിൽ എന്നെക്കാട്ടിയും കൂടുതൽ പ്രാധാന്യം അവനിക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തുടങ്ങി. പല വാക്കുകളും കേൾക്കാതെ അവന്റെ വാക്കുകൾ എടുത്ത് അത് പ്രകാരം ഈ ബാങ്ക് അക്കൗണ്ട് ഒക്കെ കൊടുത്ത്, അപ്പം ബാങ്ക് അക്കൗണ്ടിൽ കൂടെ ഫണ്ടുകൾ മിസ്യൂസ് ചെയ്യുക, ഇവൻ ഫണ്ട് അവിടുന്ന് അയക്കുക, ആ ഫണ്ട് ഇവർക്ക് UK അയക്കുക, അവിടുന്ന് ഇവിടുന്ന് അത് തിരിച്ച് ഇവനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതെന്തോ ഇൻകം ടാക്സിന്റെ എന്തോ ഫയലിങ്ങിന് പോയ സമയത്താണ് ഓഡിറ്റർ വിളിച്ചിട്ട് പറയുന്നത്, ഇങ്ങനെ എന്റെ വൈഫിന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ കുറച്ച് കൂടുതൽ ട്രാൻസാക്ഷൻ കാണുന്നുണ്ടല്ലോ, എന്താണെന്നല്ല. അപ്പൊ അത് ഞാൻ അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അതിനൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കിട്ടുന്നില്ല, വേറെ രീതിയിലുള്ള ആൻസർ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് ഇതിപ്പോ വലിയ പ്രശ്നമാണ്, ഇനിയിപ്പോ സിനിമയല്ല പ്രധാനം, ഇതൊക്കെ എന്താന്നുള്ളതൊന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതി. അപ്പം ഷൂട്ടിങ് തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി ഞാൻ ചിലപ്പം ഇത് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പോഴാണ് അവർ കൊണ്ടുപോയിട്ട് ഈ മമ്മൂക്ക കൊടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് മുഖേന ഒരു MC പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് ഡൊമസ്റ്റിക് വയലൻസിന്. എന്ത് ഡൊമസ്റ്റിക് വയലൻസ്? താങ്കൾ കണ്ടുപിടിക്കുകയാണ് അവരൊരു ട്രാപ്പിലേക്ക് പോയി എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കാം. അതെ. അപ്പം താങ്കൾ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ലേ ആ സമയത്ത്? പറഞ്ഞ് മനസ്സിലാക്കി രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ മാത്രമല്ല, നമ്മളെ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ട്രാപ്പിഡാണ്. അപ്പൊ ആ ട്രാപ്പിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ വേണ്ടി കഴിയുന്നില്ല. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. കാരണം ഞാൻ മമ്മൂക്കന്റെ പടം റീ അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ മമ്മൂക്കനോട് ചോദിച്ചു, ഈ രാജേഷ് കൃഷ്ണൻ എങ്ങനെയാ ഇതിനകത്ത് പ്രൊഡ്യൂസർ ആയത്? കാരണം എന്റെ കുടുംബത്തിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി അതിന് മറുപടി പറഞ്ഞു, അല്ല രാജേഷ് അല്ലല്ലോ, ജോർജ് ആണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു, പോസ്റ്ററിന്റെ, അവരെ പോസ്റ്റ് ചെയ്ത്. അപ്പൊ അതിന് മമ്മൂക്ക മറുപടി പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിക്കാം. ആ അന്വേഷിക്കലെന്നെ ഇന്ന് വരെ. അപ്പൊ അതും എനിക്ക് അവിടെയും പ്രശ്നങ്ങളായി. അപ്പൊ ഇദ്ദേഹവും ഇതിൽ ഇൻവോൾവ് ആണ്. കാരണം അല്ലെങ്കിൽ ന്യായമായിട്ട് അത് എന്താന്നുള്ള ചോദിക്കണം, എങ്ങനെയാ പ്രൊഡ്യൂസർ, എന്താ ഇങ്ങൾക്ക് ഇവനെ തമ്മിലുള്ള കുടുംബ പ്രശ്നം എന്താണ്? കാരണം മറ്റേ പ്രൊഡ്യൂസറെ പറ്റി ഇവർ കംപ്ലൈന്റ് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ആ പ്രൊഡ്യൂസറെ മാറ്റി. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയാണ്, ഇവൻ പ്രൊഡ്യൂസറാ, ഇവന് ഓൾറെഡി ഇവൻ കാരണം നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ട് കുടുംബത്തിനെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടു, നിങ്ങൾ അതിനെ ഹെൽപ്പ് ചോദിക്കുന്നത്, നിങ്ങൾ വാക്ക് തന്നതാണ്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് ചോദിക്കുന്ന സമയത്ത് നിങ്ങളടക്കം മൗനം പാലിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അതിനെതിരെ പിന്നെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വാട്സപ്പിൽ എന്താ അയച്ചു കഴിഞ്ഞാൽ 2016 മുതൽ വാട്സപ്പ് ഹിസ്റ്ററി എൻ്റെ അടുത്തുണ്ട്, അതിലൊന്നും പുള്ളി മറുപടി ചെയ്യാറില്ല. പിന്നെ വേറെ അൺറിലേറ്റഡ്, അതായത് വേറെ സിനിമ റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അയച്ചാൽ അതിന് മറുപടി അയക്കും. എന്തെങ്കിലും വിഷസ്, നമ്മള് ഇപ്പം ഓണം, വിഷു, അല്ലെ പെരുന്നാള്, ഇങ്ങനെയുള്ള ക്രിസ്മസ്, ന്യൂ ഇയർ, ഇങ്ങനെയൊക്കെ അതിനൊക്കെ വിഷയം മറുപടി അയക്കും. പക്ഷെ ഈ കുടുംബ വിഷയത്തിൽ പുള്ളിക്കപ്പം ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലായി. അല്ല, താങ്കളുടെ ഭാര്യയും മമ്മൂട്ടിയും അതേപോലെ താങ്കളുടെ ഭാര്യ രാജേഷ് കൃഷ്ണയും ഇവര് പറയുന്ന പ്രകാരം നീങ്ങുന്ന ഒരാളായി ഭാര്യ മാറി എന്നാണ് താങ്കൾ പറയുന്നത്? അതെ.
അതായത് മമ്മൂട്ടിക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം മമ്മൂട്ടിയാണ് ഇവരെ താങ്കളുടെ കുടുംബത്തെ ഇങ്ങോട്ട് മാറ്റിച്ചത്, അതെ ഭാര്യയെ ഇങ്ങോട്ട് മാറ്റിച്ചത്. അതെ. താങ്കൾ എവിടെയാണ് താമസിച്ചിരുന്നത് ആ സമയത്തൊക്കെ? ചെന്നൈയില്. ഞാൻ ഷിഫ്റ്റേ ആയിട്ടില്ലല്ലോ. എനിക്ക് ഇവിടുന്ന് കുട്ടികള് കുട്ടികള് ഓഫ് കോഴ്സ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അവരൊക്കെ കൊച്ചിയിലാണ്. ഇവിടെയാണ് പഠിക്കുന്നത്. അതെ, അവരൊക്കെ 2018 അവിടെ ചേർത്തിയില്ല, സ്കൂളിൽ മാറ്റിയില്ലേ. അതിനുശേഷം ഇവരെ കൺട്രോളിലാണ്, അതായത് മമ്മൂട്ടിയുടെയും രാജേഷ് കൃഷ്ണന്റെയും കൺട്രോളിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അതിനുശേഷം എന്താ ഉണ്ടായേ നിങ്ങളെ കുടുംബത്തിൽ? പിന്നെ കേസുകൾ വന്നു പറഞ്ഞാൽ എന്താണ് സംഭവം? അല്ല, ഇപ്പൊ ആ സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കിട്ടിയ അഡ്വൈസ് പ്രകാരമാണ്, അല്ലാണ്ട് അവരുടെ ബുദ്ധിയൊന്നും അല്ല അത്. എന്നെ മാറ്റി നിർത്താന്നുള്ളതാണ്. അപ്പൊ എന്നെ മാറ്റി നിർത്താൻ വേണ്ടി ഏക വഴി എന്നുള്ളത് ഈ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങാന്നുള്ളതാണ്. അതായത് ഇവരുടെ ലൈഫിൽ, ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ തടസ്സമായി നിൽക്കുന്നത് താങ്കളാണ്. അതെ. അപ്പൊ താങ്കളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അവരുടെ. അതിന്റെ അടിസ്ഥാനത്തിൽ 2021 ഇവര് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഒരു MC പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ ഒരു ഇന്ററിം ഓർഡർ വാങ്ങും. സാധാരണ നിയമപ്രകാരം ഒരു സ്ത്രീ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഓർഡർ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോടതി അത് കൊടുക്കും. പക്ഷെ ഇന്ന് വരെ ആ പെറ്റീഷനിൽ ഒരു സംഗതി പോലും പിന്നെ എന്താ പറയാ പറഞ്ഞിരിക്കുന്നത് അവർക്ക് എവിഡൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് കോടതി ജഡ്ജ് ചോദിച്ചു വക്കീലിന്റെ അടുത്ത്, അവരെ വക്കീലിന്റെ അടുത്ത്, അല്ല വക്കീൽ ഇതിപ്പോ 2-3 വർഷമായല്ലോ നിങ്ങൾ ഇതിങ്ങനെ കൊണ്ടുപോകുന്നു, എവിടെ എവിഡൻസ് ഒക്കെ എവിടെ? അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ എവിഡൻസിലേക്ക് മാറ്റണം. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ എതിരെ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ എത്തി അവരെ പിള്ളേരെയും കുട്ടികളെയും ഒന്നും കാണാൻ കഴിയാതെ ബുദ്ധിമുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സ്ത്രീ പറയുന്നത്, ഞാൻ ഈ കേസ് പഠിക്കാതെ എടുത്തതാണ്, മമ്മൂക്ക എന്റെ അടുത്ത് ഏറ്റെടുക്കാൻ പറഞ്ഞുകൊണ്ട് എടുത്തതാണ് എന്ന് കോടതി ഹാളിൽ. മമ്മൂട്ടിയുടെ താല്പര്യപ്രകാരം ഏറ്റെടുത്താണെന്ന് കൃത്യമായി അഡ്വക്കേറ്റ് പറഞ്ഞു. അതെങ്ങനെ മനസ്സിലായി? അവരൊരു സിനിമ ആർട്ടിസ്റ്റും കൂടിയാണ്. ആര്? അഡ്വക്കേറ്റ്. അതെ. അല്ല, അതെ, അത് അവര് മമ്മൂട്ടി പറഞ്ഞിട്ടാണെന്ന് എങ്ങനെ താങ്കൾക്ക് മനസ്സിലായി? എന്റെ വക്കീൽ കേട്ടു, എന്റെ വക്കീൽ സാക്ഷിയാണ്. അപ്പൊ വക്കീൽ അപ്പൊ തന്നെ അത് കോടതി റെക്കോർഡിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പക്ഷെ കോടതി റെക്കോർഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് നോട്ടീസ് അയക്കേണ്ടി വരും. അപ്പൊ അത് പിന്നെ അത്രത്തോളം നമ്മൾ എക്സ്ട്രീമിൽ പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതാണ്. കോടതി എന്നല്ല പറയുന്നത്, മറ്റു വക്കീൽമാരെല്ലാം സാക്ഷിയല്ല ഇതിന്. അതായത് താങ്കളുടെ കുടുംബം കലക്കാൻ വേണ്ടി മമ്മൂട്ടിയാണ് മുൻകൈ എടുത്തത് എന്നാണ് പറയുന്നത്. മമ്മൂട്ടിയാണ്. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ രാജേഷ് കൃഷ്ണനെ പറ്റിയിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് അദ്ദേഹം അതിന്റെ ഒരു കമാന്നൊരു അക്ഷരം ഇണ്ടാതെ അല്ലെങ്കിൽ ഒരു വാക്ക് പോലും കേൾക്കാതെ അദ്ദേഹം അവർക്ക് വേണ്ടി അഡ്വക്കേറ്റിനെ വെച്ചെടുക്കുമ്പോൾ അതിലെന്താ മനസ്സിലാക്കുന്നത്? നമ്മള് സാധാരണ ഒരു കുടുംബകല ഉണ്ടെങ്കിൽ രണ്ടുപേരെയും വിളിച്ചു ചേർത്ത് പരിഹരിക്കുന്ന ഒരാളാണെന്നാണ് ഇൻഡസ്ട്രിയിൽ എല്ലാവരും പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇനി ശരി, രണ്ടുപേർക്കും ഹെൽപ്പ് ചെയ്യണ്ട, ഓക്കെ, നിങ്ങൾ ന്യൂട്രലായി നിന്നോളൂ, രണ്ടുപേരെ ഹെൽപ്പ് ചെയ്യണം. പക്ഷെ പുള്ളി ചെയ്തത് എന്താണ്? പുള്ളി ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് ഈ അഡ്വക്കേറ്റ് പറയാണ് എന്റെ കേസിന്റെ പ്രോഗ്രസ്സുകൾ അപ്പം വിളിച്ചെന്നെ അന്വേഷിക്കാറുണ്ട് എന്ന് അദ്ദേഹം. മമ്മൂട്ടി അപ്പം അന്വേഷിക്കുന്നുണ്ട്. ഇതൊക്കെ പുള്ളി കോടതി പറയാണ്, ജഡ്ജിന്റെ മുമ്പിൽ പറയാണ്. ജഡ്ജിന്റെ മുന്നിൽ മമ്മൂട്ടി അന്വേഷിക്കുന്നുണ്ട് പറയാണ്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ആണല്ലോ അദ്ദേഹത്തിന്റെ നേരം. അപ്പൊ അദ്ദേഹത്തിന് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് താങ്കളുടെ കുടുംബം തകർന്നത് എന്നാണ് താങ്കൾ പറയുന്നത്. കുടുംബം തകരലാണോ അല്ലെങ്കിൽ അദ്ദേഹം അടക്കം ഇതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് വിഷയങ്ങളുണ്ട്. കുടുംബം തകരാൻ വേണ്ടി കൂട്ടുനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ പുഴുവിന് വന്നിരിക്കുന്ന ഫണ്ട്, ഈ ഫണ്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ രാജേഷ് കൃഷ്ണന്റെ ന്യായമായ ഒരു വഴിയിൽ വന്ന പൈസ അല്ല. മമ്മൂട്ടിന്റെ മാനേജറുടെ പ്രൊഡക്ഷൻ കമ്പനിയിൽ മമ്മൂട്ടിന്റെ ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മമ്മൂട്ടിയുടെ കൂടെ കമ്പനിയാണ്. ആ കമ്പനിയിൽ ഒരു കോടികളൊരു പൈസ വന്നിരിക്കുന്നു, ഒരു സിനിമക്ക് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അപ്പം ചിലപ്പം ഇദ്ദേഹം പറഞ്ഞു കാണും ഈ പൈസയൊക്കെ പ്രശ്നമാണ് എന്നുള്ളത്. ചിലപ്പം ഈ രാജേഷ് കൃഷ്ണ മമ്മൂക്കന്റെ അടുത്ത് പറഞ്ഞു കാണും നിങ്ങളിപ്പം നമ്മളെ കൂടെ നിൽക്കലേ മാർഗമുള്ളൂ എന്നുള്ളത്. അതെ, ഹവാല വഴിയാണ്, അതായത് ഗൾഫിൽ നിന്നാണ് പൈസ വന്നിരിക്കുന്നത്, അത് ഒരു ശരിയായ രൂപത്തിലുള്ള ഫണ്ട് അല്ല. 100% അല്ലല്ലോ. കാരണം നിങ്ങൾ 2016 വരെ ബെഡ് സ്പേസ് ഷെയർ ചെയ്തുകൊണ്ട് ഭാര്യയും ഭർത്താവും അവിടെ താമസിച്ച ആള് ഒരു സുപ്രഭാതത്തിൽ അവിടെ പ്രോപ്പർട്ടി വാങ്ങുന്നു, കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, വിസന്റെ കാറ്റഗറി മാറ്റുന്നു, കോടികൾ സിനിമയിലോട്ട് ഒഴുക്കുന്നു. എങ്ങനെ കഴിയും? അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവന്റേതായ സുഹൃത്തുക്കള്, CPM-ന്റെ അനുഭാവികളായ ആൾക്കാർ, UK-യിലുള്ളവര്, പല ആൾക്കാർ എനിക്ക് പല ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. കാരണം അവരെല്ലാം 25-30 വർഷമായിട്ട് പോലും ഇവ വാങ്ങിച്ച പോലത്തെ ഒരു പ്രോപ്പർട്ടി ഒന്നും അവിടെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് വളരെ നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുകയാണ്, എന്നിട്ട് പോലും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല.
അപ്പൊ ഇതെങ്ങനെയാന്നുള്ളത് സ്വാഭാവികമായ ഒരു ക്വസ്റ്റ്യൻ മാർക്കല്ലേ? അതിനുശേഷം എന്താണ് ഉണ്ടായിട്ടുള്ളത്? താങ്കളും ഭാര്യയും തമ്മിലുള്ള ബന്ധം എന്തായി തീർന്നു പിന്നീട്? അല്ല, പിന്നീട് ഒബ്വിയസ്ലി കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്നേരം പിന്നെ എന്റെ പാസ്പോർട്ടും മറ്റുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഡോക്യുമെന്റ്സ് ഒക്കെ കൊച്ചിയിലാണ് വെക്കാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഫ്ലാറ്റിൽ. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകുമ്പോൾ കുട്ടികളെ കണ്ടിട്ടാണ് ഞാൻ വിദേശത്തൊക്കെ പോകുന്നുണ്ട്, അവിടുന്നാണ് അധികം പോവാറ്. അപ്പൊ അതിനെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി ചോദിച്ചു, അവര് സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ അവിടെ കയറി പാസ്പോർട്ട് എടുക്കേണ്ട വന്നു. എന്റെ LIC പോളിസിയും പാസ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ കയറി. അതിനെതിരെ ഇവര് രാജേഷ് കൃഷ്ണൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ രാജേഷ് കൃഷ്ണനെ കൊണ്ടൊരു പെറ്റീഷൻ, രാജേഷ് കൃഷ്ണ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു പെറ്റീഷൻ കൊടുപ്പിച്ചു. ആ പെറ്റീഷനിൽ ഇപ്പം PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി ഞാൻ അന്ന് 2 വർഷം മുമ്പ് പറയുകയത് പത്തനംതിട്ട. അതെന്താണെന്ന് പറഞ്ഞാല് അന്നത്തെ മരട് സ്റ്റേഷനിൽ ഒരു പരാതി പോകുന്നു. ഇങ്ങനെ കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും എന്റെ വീട്ടിൽ വന്ന് അതിക്രമിച്ച് കയറിയിട്ട് ഡ്രോയർ തുറന്ന് സാധനം എടുത്ത് പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാന് സ്വാഭാവികമായിട്ട് അല്ലെ ഇപ്പൊ ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരു അന്നേരം അത്ര ഞാൻ ആലോചിച്ചില്ല. അപ്പൊ മരട് ഇൻസ്പെക്ടർ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, സാറേ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ ഞാനടക്കം നമുക്ക് പോയിട്ട് എടുക്കായിരുന്നില്ല, നിങ്ങൾ എന്തിനു തനിച്ച് പോയി എന്നുള്ളത്. അപ്പൊ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊട്ടക്ഷൻ ഓർഡർ വയലേറ്റ് ചെയ്തിട്ട് എന്റെ വീട് ആക്രമിച്ച് കയറി കബോർഡ് തുറന്ന് സാധനങ്ങൾ എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്തു. ഓഫ് കോഴ്സ് അത് കോടതി ഇതാണല്ലോ. താങ്കൾ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തു പോയിട്ട്? എന്റെ LIC പോളിസി, എന്റെ പാസ്പോർട്ടും എന്റെ കുട്ടികളുടെ പാസ്പോർട്ടും. കാരണം കുട്ടികളുടെ പാസ്പോർട്ട് അന്നേരം എക്സ്പയർ ആയി കിടക്കുകയായിരുന്നു, അത് റിന്യൂവൽ ചെയ്യണമായിരുന്നു, ഇവിടുന്നേ പറ്റുള്ളൂ. LIC പോളിസി എനിക്ക് എന്റെ പോളിസി മച്യൂർഡ് ആയിട്ട് LIC ഇന്ന് റിമൈൻഡർ വന്നുകൊണ്ടിരിക്കുകയാണ് എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒറിജിനൽ പോളിസി കൊണ്ടുപോയി സറണ്ടർ ചെയ്യണം. ഇത്രയും മാത്രമേ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. സാക്ഷികളാണ്, കുട്ടികൾ സാക്ഷികളാണ്. അപ്പൊ ഞാനന്ന് മരടിലെ രമത ഹോട്ടലിലായിരുന്നു താമസിച്ചത്. ഞാൻ നേരെ ഇത് എടുത്തിട്ട് രമതയിലേക്കാണ് പോകുന്നത്. കുട്ടികളും എന്റെ കൂടെ വന്നു. ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ അവിടെ എത്തി ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മരട് ഇൻസ്പെക്ടറും ടീമും അവിടെ വരികയാണ്. അപ്പം റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം നമ്മളെ റെഗുലർ പ്രീമിയം ക്ലയന്റ് ആണ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ള അവർക്കാകെ ഇതായി. അങ്ങനെ അവരെ കൂട്ടി വന്നു. പിന്നെ ഞങ്ങളുടെ റൂമിന്റെ ഭാഗത്തേക്ക് വന്നു. അപ്പൊ ഞാനവിടെ ഈ ഗാർഡനിൽ മറ്റേ ലോണിലിരുന്ന് എന്തോ ചായ കുടിക്കുക, വൈകുന്നേരമാണ്. കുട്ടികൾ പൂളിൽ കുളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോ തന്നെ ഇൻസ്പെക്ടർക്ക് വന്ന ഇതന്നെ അപ്പൊ തന്നെ ഡൗൺ ആയി. കാരണം അവര് നമ്മൾ ഹാപ്പി ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറി പുള്ളിന്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്ക് ചായയൊക്കെ കൊടുത്ത് അങ്ങനെ ഫുള്ള് ഒക്കെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കുട്ടികളെ ഇത് കഴിഞ്ഞാലൊന്ന് അവിടെ കൊണ്ടുപോയി തിരിച്ചു വിട്ടേക്കും, എന്നിട്ട് നിങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ പോയിക്കോളൂ, ഞാനത് ഇത് ചെയ്യാന്ന് പറഞ്ഞ് ഞാനത് അവരെ സംസാരിച്ചിട്ട് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞ് ഇദ്ദേഹം പോയി. അവിടുന്ന് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു 8 മണിയായപ്പോൾ ആ സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ എന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ചുകൊണ്ട്, സാറേ ഞാൻ ഇങ്ങനെ മരട് സ്റ്റേഷനിൽ നിന്നാണ്, ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് വിളിക്കുകയാണ്, SHO പറഞ്ഞിട്ട് വിളിക്കുകയാണ്. പിന്നെ ഇങ്ങനെ സാറിന്റെ എതിരെ വന്ന പരാതി സാർ അവിടെ വന്ന് കണ്ടപ്പം നിങ്ങളെ കഥയൊക്കെ ബോധ്യമായപ്പം അതങ്ങനെ സാർ ഹോൾഡ് ചെയ്തതായിരുന്നു. പക്ഷേ അന്നത്തെ പത്തനംതിട്ട SP നിശാന്തിനി IPS എന്ന് പറഞ്ഞ ആള് കൊച്ചി കമ്മീഷണറേറ്റിന്റെ ഉള്ളിൽ വരുന്നതാണ് മരട്, അല്ലെങ്കിൽ എറണാകുളം റൂറൽ SPന്റെ അണ്ടറിൽ വരുന്ന ഒരു മരട് സ്റ്റേഷനിൽ പത്തനംതിട്ട SP വിളിച്ച് പറയാണ്, ഇന്നയാള് തന്ന പരാതി ഇന്ന് രാത്രിന്റെ ഉള്ളിൽ FIR ആവണം, പുള്ളിനെ പിന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം എന്നുള്ള രീതി. അപ്പൊ നിശാന്തിനിക്ക് പ്രഷർ വരുന്ന P ശശി വിളിച്ച് പറയാണ്. P ശശിന്റെ അടുത്ത് രാജേഷ് കൃഷ്ണന്റെ ഈ ഫണ്ടിന്റെ ഫണ്ടിന്റെ ഒരാളാണ് ഈ രാജേഷ് കൃഷ്ണക്ക് വരുന്ന ഫണ്ട്സ് ഉണ്ടല്ലോ, അതിൽ ഒരു പാർട്ട്ണറാണ് P ശശി. മറ്റു പാർട്ട്ണർ ഫണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട്. P ശശി, അതേപോലെ തോമസ് ഐസക്, N ശ്രീരാമകൃഷ്ണൻ, ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പണങ്ങളാണ് ഇവൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവൻ പറയണല്ലോ. കാരണം ഞാനിപ്പോ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇതൊക്കെ ചാലഞ്ച് ചെയ്തോണ്ടിരിക്കുക. എന്റെ ഹൈക്കോടതിയിൽ എന്റെ കേസ് നിൽക്കുകയാണ്. ഞാൻ ഇതിനൊക്കെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവൻ ഇന്ന് വരെ ഇതിനെതിരെ ഇതിനെ ഒരു നിയമ നടപടിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പൊ P ശശി വിളിച്ച് പറഞ്ഞിട്ട് നിശാന്തിനി IPS വിളിച്ച് ഇൻസ്പെക്ടറോട് പറയാണ് അത് FIR ഇട്ടേ പറ്റുള്ളൂ. ഈ SHO വിളിച്ച് എന്നെ കോൺസ്റ്റബിൾ മുഖേന എന്നെ വിളിച്ച് അറിയിക്കുകയാണ്, സാറ് നിങ്ങൾ ജെന്യൂൻ ആണെന്നുള്ളത് സാറിന് മനസ്സിലായിട്ടുണ്ട്, നമുക്കൊരു ഹെൽപ്പേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ സമയം തരാം, നിങ്ങൾ കുട്ടികളെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട്. അപ്പൊ കുട്ടികളെ അപ്പോഴത്തേക്ക് ഞാൻ വിട്ടു എന്ന് പറഞ്ഞു, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു, കുട്ടികളൊക്കെ ഇതാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ അവിടെ കൊണ്ടുപോയി ആക്കി. ഓക്കെ, സ്റ്റേഷൻ മുഖേന തന്നെയാണ് അന്ന് കുട്ടികളെ ഏൽപ്പിച്ചത്. അപ്പോ
എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ FIR ഇടാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് പ്രഷർ ഉണ്ട്, ഇന്ന ആൾക്കാരെ വിളിച്ച് പ്രഷർ, അപ്പൊ സാറിന് അത് ചെയ്തേ പറ്റുള്ളൂ, 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വരും, അപ്പൊ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് പോയി എന്നുള്ള രീതിയിൽ ഞാൻ ഫയൽ FIR ഇട്ടിട്ട് ക്ലോസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഞാൻ അന്ന് കാറിലാണ് പോയിരിക്കുന്നത് എറണാകുളത്ത്, നിങ്ങൾ കാറിലല്ല വന്നിരിക്കുന്നത്, നിങ്ങൾ കാർ എടുത്തിട്ട് എറണാകുളം ജില്ല കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി താമസിച്ച് അവിടുന്ന് പിന്നെ ചെന്നൈയിലോട്ട് പോയിക്കോളൂ, ജില്ല കഴിഞ്ഞ് വന്ന് പിടിക്കേണ്ട ഒരു കേസൊന്നും അല്ല ഇത് എന്ന് പറഞ്ഞു. കാരണം അവർക്ക് ആ ജെന്യൂനിറ്റി ബോധ്യമായതുകൊണ്ട് ഞാൻ അത് പ്രകാരം റൂം വെക്കറ്റ് ചെയ്ത് ഞാൻ അവിടുന്ന് ഡ്രൈവ് എടുത്ത് നേരെ ചെന്നൈയിലേക്ക് വരുന്നതിന് പകരം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോയി. ട്രിവാൻഡ്രത്ത് 11 മണി എന്തോ ആയിന് അവിടുന്ന് വിടുമ്പോൾ മെല്ലെ നല്ല ഉറക്ക ക്ഷീണമുണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്തു. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 4 മണിയായി. അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു, അവിടെ സ്റ്റേ ചെയ്തു. പുള്ളി അതേപോലെ വന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പം ഈ SHO വന്നു, ആള് ചെക്കൗട്ട് ആണെന്നുള്ള റെക്കോർഡൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് അവര് FIR ഇട്ടു. പിന്നീട് എൻ്റെ അടുത്ത് സ്റ്റേഷനിൽ വന്ന് ജാമ്യം എടുക്കാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ ജാമ്യം എടുത്തു. അതിപ്പം ആ കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുകയാണ്. ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിറ്റേ ദിവസം നേരെ കോടിയേരി സഖാവിനെ കണ്ടു. കോടിയേരി സഖാവിനെ കണ്ട സമയത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച പറഞ്ഞു എൻ്റെ അടുത്തൊരു ഉണ്ട് നല്ല ബന്ധാണ്. പിന്നെ റിട്ടേൺ പരാതി കൊടുക്കാൻ പറഞ്ഞു. റിട്ടേൺ പരാതി കൊടുത്ത സമയത്ത് പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് അന്നേരം അത് പ്രിപ്പയർഡ് അല്ല. കാരണം എന്ന് വെച്ചാൽ റിട്ടേൺ പരാതി കൊടുക്കാന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അന്നേരമാണ് ഞാൻ പിന്നെ നമ്മുടെ ഷാജൻ സാറെ ബന്ധപ്പെടുന്നത്, നമ്മളൊരു സുഹൃത്ത് മുഖേന. ഷാജൻ സാറുടെ റൂം ഇത് ചെല്ലാൻ പറഞ്ഞു. ഓഫീസിൽ പോയി ഞങ്ങൾ കണ്ടു. നമ്മുടെ ഷാജൻസ്കറിയ മറുനാടൻ TV മറുനാടന്റെ 2022 അങ്ങനെ ഞാൻ പുള്ളി സാറിന്റെ അടുത്ത് ഷാജന്റെ അടുത്ത് പോയി കണ്ടു, സംസാരിച്ചു. അപ്പൊ ഷാജൻ എനിക്ക് പറഞ്ഞു, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് വാർത്ത ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പൊ വാർത്തയൊന്നും ചെയ്യണ്ട. ഇത് കാരണം വെച്ചാൽ ഇതൊരു കുടുംബ പ്രശ്നമാണ്, നമുക്ക് അങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റൂല, പല ഇതുകൊണ്ട് കേസ് കിടക്കുകയാണ്, പരാതിയൊക്കെ കൊടുത്ത് നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരാളെ കണക്ട് ചെയ്തു തന്നു. ഒരു പത്തനാപുരത്തുള്ള ഒരു ശ്യാം എന്ന് പറയുന്ന ഒരു പയ്യനെ കണക്ട് ചെയ്തു. അവൻ CPM-ന്റെ ഇപ്പോഴത്തെ ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന, ഒരു മലയാള മിഷന്റെ ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. ഇദ്ദേഹം ഇതേപോലെ തന്നെ ഈ രാജേഷ് കൃഷ്ണനിക്കെതിരെ ഒരു വലിയ പരാതിയായിട്ട് ഷാജന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു വാർത്ത ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇദ്ദേഹം ഫ്രണ്ടിൽ വരാൻ തയ്യാറില്ല. അയാളുടെ ഫേസ് വരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഫേസ് വന്നു കഴിഞ്ഞാൽ അയാള് പാർട്ടി സ്റ്റൈപ്പൻഡ് കൊടുത്ത് പഠിപ്പിച്ച ഒരാളാണ് UK-ലൊക്കെ അയച്ചിട്ട്, SFIയുടെ ഇതിൽ വളർന്നു വന്ന് അങ്ങനെയുള്ള. അപ്പോ ഷാജൻ പറഞ്ഞു, നിങ്ങളെ ഫേസ് തരാതെ എനിക്ക് ഈ വാർത്ത ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് വാർത്ത അവിടെ വാങ്ങിച്ചു വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ രാജേഷ് കൃഷ്ണ ഈ ഷാജനായിട്ടും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഷാജന്റെ UK-ലെ പത്രത്തിൽ രാജേഷിനെതിരെ കൊടുത്ത തട്ടിപ്പ് കേസുകളുടെ വാർത്തയൊക്കെ കൊടുത്തതിന് ഇവര് തമ്മിൽ ഭയങ്കരമായ പ്രശ്നങ്ങളും കേസൊക്കെയാ UK-ൽ. അതെ, ഷാജൻ ഇവന്റെ കള്ളത്തരങ്ങൾ UK-ൽ തുറന്നു കാണിച്ച ആളാണ് ഷാജൻ പണ്ട് മുതലേ. കാരണം ഇവിടെ അവിടെ ചിട്ടി കമ്പനി നടത്തി ഒരുപാട് ആൾക്കാരുടെ നിന്ന് കാശ് വാങ്ങിച്ച്, പക്ഷെ ചിട്ടി ആർക്കും വരുന്നില്ല. കാശ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ, ഒരാൾക്കും ചിട്ടി കിട്ടുന്നില്ല മലയാളികളുടെ ഇടയിൽ. അത് ഷാജൻ പത്രവാർത്തയായിട്ട് കൊടുത്ത സമയത്താണ് ഷാജന്റെ പത്രത്തിനെതിരെ കേസൊക്കെ കൊടുത്ത് എന്തൊക്കെയോ ഇൻഫ്ലുവൻസ് ഒക്കെ ചെലുത്തിയിട്ട് ഷാജൻ അവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പൊ ഷാജന് ഇവനെതിരെ വൈരാഗ്യമുണ്ട്. ഈ ഷാമിന്റെ അപ്പനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരാളെ നമ്പർ തരാം, ഇദ്ദേഹം നിനക്ക് ഉപയോഗപ്പെടും എന്ന് പറഞ്ഞു. ഈ ഷാമിന്റെ നമ്പർ തന്നു. പക്ഷെ ഷാമിനെ വിളിച്ചപ്പോ ഷാം അന്ന് എടുത്തില്ല. അപ്പം ഞാൻ എന്നിട്ട് റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഫ്രഷായി ഞാൻ അവിടെ നാഗർകോവിൽ വഴി തിരുനെൽവേലി മധുര വഴി ചെന്നൈയിലേക്ക് ഞാൻ ഡ്രൈവ് ചെയ്ത് പോന്നു. രാത്രി തിരുനെൽവേലി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉറക്ക ക്ഷീണമായപ്പോൾ ഞാൻ അവിടെ ഒരു ഹോട്ടൽ എടുത്ത് സ്റ്റേ ചെയ്തു. ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഷ്യാം തിരിച്ചു വിളിക്കും. ഉച്ചക്ക് വിളിച്ച ആള് ഷ്യാമിന്റെ ഫോൺ എടുത്തു. ഞാൻ സംസാരിച്ചു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പൊ ഷ്യാം പറഞ്ഞു എൻ്റെ അടുത്ത്, പിന്നെ നമുക്കൊന്ന് കാണാം, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പിന്നെ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഫോണാണല്ലോ, അപ്പൊ ആരായാലും ഒന്ന് തുറന്നു പറയാൻ സമ്മതിക്കുമല്ലോ. ഞാൻ ഷാജൻ സാറായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നാളെ ഡ്രൈവാണ്, ഇപ്പൊ രാവിലെ വിട്ട് കഴിഞ്ഞാൽ രാത്രിയാവും ചെന്നൈയിൽ എത്താൻ, നമുക്ക് ഒരു മറ്റന്നാളെ സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഷാജനെ വിളിച്ച് ഷ്യാം സംസാരിച്ചു. ഷാജൻ പറഞ്ഞു, ധൈര്യത്തിൽ നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം സെയിം എൻ്റെ ലൈഫിൽ നടന്നിരിക്കുന്ന അതേ ഡിറ്റോ എക്സ്പീരിയൻസ് ആണ് ഈ ഷ്യാമിന് ഉണ്ടായിരിക്കുന്നത് ഈ രാജേഷ് കൃഷ്ണനെ കൊണ്ട്. എന്താന്ന് വെച്ചാൽ ഈ പിന്നെ ഈ ഷ്യാം അവിടെ പഠിക്കുന്ന സമയത്ത് SFIന്റെ ചാനലിൽ പോയതാണല്ലോ. അപ്പൊ UK-ൽ എത്തിക്കഴിഞ്ഞാൽ
അവിടെ ഈ പാർട്ടിന്റെ കുറച്ച് ആൾക്കാരുണ്ട്, അതിലൊരാളാണ് ഈ രാജേഷ് കൃഷ്ണ. ഈ പാർട്ടിയുടെ ആൾക്കാരാണ് ഇവർക്ക് താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഈ രാജേഷിനെ പരിചയപ്പെടുന്നു. പരിചയപ്പെട്ടപ്പം ഇങ്ങനെ കാര്യങ്ങളായി, കുടുംബം എന്താണ് അതാണ്. അപ്പം ഈ ഇദ്ദേഹത്തിന്റെ വൈഫ് ഒരു ആയുർവേദ ഡോക്ടറാണ്, കൊച്ചിയിൽ ക്ലിനിക് ഒക്കെ നടത്തുമായിരുന്നു അന്ന്. അങ്ങനെ പരിചയപ്പെട്ടു. നിന്റെ വൈഫിന്റെ ക്ലിനിക് എന്താണ്, നാട്ടിൽ പോകുന്ന സമയത്ത് എന്റെ വൈഫിന്റെ ക്ലിനിക്കിന്റെ അഡ്രസ്സ് കൊണ്ടാ, എനിക്ക് ഒന്ന് കാണണം, അവരൊന്ന് കാണണം, ക്ലിനിക് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലിനിക്കില് നാട്ടിൽ വന്ന സമയത്ത് ക്ലിനിക്കിൽ പോയി കണ്ടു. അത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ക്ലിനിക്ക്. അപ്പൊ ഇവരോട് ഇറങ്ങാൻ നേരത്തെ ഇവരോട് ചോദിക്കുകയാണ്, ഈ ഷാമിന്റെ വൈഫിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്കിത് UK തുടങ്ങണമെന്ന്, ഈ സ്ത്രീന്റെ അടുത്ത്, ഈ ഡോക്ടറെ അടുത്ത്. അപ്പൊ ഇവിടെ ചിരിച്ചു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഷാമു പറയാണ്, ഷാമിന്റെ ലൈഫ് സ്റ്റോറി പറയാണ്. ചിരിച്ചു പറഞ്ഞു, എന്താണ് അങ്ങനെ, നീ എന്താ പിന്നെ ചിരിക്കുന്നല്ല, UK തുടങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വേണ്ടെന്ന് പറയുമോ? നമുക്കൊരു ലൈഫിലൊരു ചേഞ്ച് അല്ലേ. ഓ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞു. പുള്ളി അവിടെ നിന്നെല്ലാം നാട്ടിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് UK എത്തി. ഏകദേശം ഒരു മാസം എന്തോ ആയപ്പോ ഈ പുള്ളിക്കാരത്തിന്റെ പേരിൽ പാസ്പോർട്ട് കോപ്പിയൊക്കെ അവിടുന്ന് ഷാമിന് എന്തോ വാങ്ങിയെന്ന് തോന്നുന്നു. അവര് ഷാമാണ് കൊടുത്തതെന്ന് പറഞ്ഞു. UK ഹെൽത്ത് മിനിസ്ട്രിയുടെ ഒരു ഇൻവിറ്റേഷൻ, വിസ അടിച്ചുകൊണ്ട് UK പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രിട്ടന്റെ ഹെൽത്ത് മിനിസ്ട്രി എന്നൊരു ലെറ്റർ വരികയാണ്, ഇൻവിറ്റേഷൻ ലെറ്റർ. ഇവരുടെ ഈ ഇൻവിറ്റേഷൻ കണ്ടപ്പോൾ ഇവര് സർപ്രൈസ്ഡ് ആയി. അങ്ങനെ അവര് ചെന്നൈയിൽ വന്ന് വിസയൊക്കെ അടിച്ച് അവർ UK പോയി. അവിടെ ഇവർ തമ്മിൽ ഈ ആയുർവേദ ചികിത്സ അവിടെ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെന്തെങ്കിലും അന്നേരം ഈ ഡിപ്പെൻഡിങ് വിസ എന്നുള്ള കാറ്റഗറി മാറാൻ വേണ്ടി നടക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഇവരെ കിട്ടിയ സമയത്ത് ഇവര് ഭർത്താവാടുണ്ടല്ലോ, ഭർത്താവാടുള്ള സമയത്ത് ഇവൾക്ക് ഒരു സൗകര്യമായി. അങ്ങനെ ഇവരവിടെ പോയി, അവിടെ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന്റെ ഒരു സെന്റർ തുടങ്ങി. ഈ രാജേഷ് അതിലൊരു പാർട്ട്ണർ, ഈ പുള്ളി ഡോക്ടർ ഒരു പാർട്ട്ണർ, അവരുടെ പേരിൽ ജോയിന്റ് ലൈസൻസ് ഒക്കെ എടുത്ത് പിന്നെ സ്ഥാപനം നല്ല മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ രാജേഷിന് ഈ ഡിപ്പെൻഡിങ് വിസ എന്നുള്ളതിൽ നിന്ന് ഇൻവെസ്റ്റർ വിസയിലേക്ക് മാറി, ബിസിനസ് വിസയിലേക്ക് മാറിയാണ്. അപ്പോഴാണ് അവിടെ ബാങ്ക് അക്കൗണ്ട് പോലും തുറക്കാൻ പറ്റുള്ളൂ. ഡിപ്പെൻഡിങ് വിസയിലേക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഒന്നും തുറക്കാൻ കഴിയില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവർ ഈ റിലേഷൻഷിപ്പ് ഇതായി. ഇതേപോലെ തന്നെ എനിക്കുണ്ടായ അതേ അനുഭവം, ഇവർ തമ്മിൽ അടുത്തു. ഷാമുമായിട്ട് ഇവര് ഡിവോഴ്സായി. കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, കുടുംബം തകർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്ത്, അവൾ അവിടെ നിന്ന് പാർസൽ ചെയ്ത് വിട്ടു. ആ സ്ഥാപനം അവൻ സ്വന്തത്തിൽ ഏറ്റെടുത്ത്. അപ്പോഴത്തേക്ക് എറണാകുളത്ത് നിന്ന് നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം അവിടെ ശ്രദ്ധക്കുറവ് കാരണം അതും തകർന്ന് ഇവർ തമ്മിൽ ഡിവോഴ്സായി, ഇവര് പിരിഞ്ഞു. ഷ്യാമ് പിന്നെ അതിന് ശേഷം മാരേജ് ഒന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഇപ്പം ഇങ്ങനെ ഇതുണ്ട്, ഇവരെ വീട്ടിലെ ജീവിക്കുകയാണ്. അപ്പൊ അത് എന്റെ പോലത്തെ ഒരു അനുഭവം. അപ്പൊ ഷ്യാമിന് ഈ നല്ലൊരു വൈരാഗ്യമുണ്ട്, ഇവനെ ചെയ്യണം. പക്ഷെ അവനിക്ക് എവിടെയും ഫ്രണ്ട് റണ്ണിൽ വന്ന് പറയാൻ പറ്റില്ല ഈ കാര്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എഴുതി കൊടുത്ത സംഗതി. അപ്പൊ ഇത് ഞങ്ങള് ഷ്യാമിന്റെ ഇൻപുട്ട് വെച്ചിട്ടാണ് ഞാൻ അന്ന് പാർട്ടിക്ക്, നിങ്ങൾക്ക് ആ കത്തിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. ഷ്യാമിന്റെയും കൂടെ സഹായത്തിലാണ് അത്രയും വലിയൊരു പരാതി കോടിയേരിക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത്. ഈ പരാതി കോടിയേരിക്ക് ഞാൻ വീണ്ടും ഞാനായിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ഒരു റൂം എടുത്തു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു പരാതികൾ. പുള്ളിൻ്റെതായ അനുഭവങ്ങളും എന്റെ ID നിന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ചെയ്ത ഒരു 10-36 പേജുള്ള ഒരു പരാതിയായി മാറി കോടിയേരിക്ക് കൊണ്ടു കൊടുത്തു. ആ സമയത്താണ് CM-ന് ഒരു കോപ്പി കൊടുക്കുന്നത് 2022. അതേ പരാതി തന്നെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് CM-ൻ്റെതായ ഓഫീസിൽ KK രാഗേഷിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു, പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ. ഇവരൊക്കെ എനിക്ക് അറിയുന്നതാണ് പേഴ്സണലി. കൊണ്ടു കൊടുത്തു. കോടിയേരി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത് ഇവനിക്കെതിരെ ഭയങ്കരമായ ഒരു ലെറ്ററാണ്. അത് നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു, ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള. അപ്പൊ ആ സമയത്താണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്, സംസ്ഥാന സമ്മേളനം കോൺഗ്രസ് ഒക്കെ നടക്കുന്ന സമയമായിട്ട് കണ്ണൂർ. MA ബേബിയുടെ കോള് വന്നു എനിക്ക്. ഞാൻ MA ബേബിയാണ്. അപ്പൊ പുള്ളിനെ എനിക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല, നമ്പർ ഒന്നും ഇല്ല എൻ്റെ അടുത്ത്. താങ്കൾ ഇങ്ങനെ ഒരു പരാതി കൊടുത്തില്ല, അപ്പൊ പാർട്ടി UK ഘടകത്തിന്റെ ഇൻചാർജ് എനിക്കാണ്, അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ട്രിവാൻഡ്രത്ത് വരാം, എന്താണ് നിങ്ങൾക്ക് പറയാം? അല്ല, ഞാനിങ്ങനെ, താൻ നാട്ടിലുണ്ടോ? ഞാനിങ്ങനെ കണ്ണൂർ വരുന്നുണ്ട്, അവിടെയാണല്ലോ നമ്മൾ. ഞാൻ പറഞ്ഞില്ല, നാട്ടിലില്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കണ്ണൂരിൽ നിങ്ങൾ കണ്ടോൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ പോയി, മറ്റേ കണ്ടോൺമെന്റ് അല്ല, എന്ത് ഗസ്റ്റ് ഹൗസാണ് നമ്മുടെ അവിടെ ഒരു കണ്ണൂരിലൊരു ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഇല്ലേ, വയ്യാമ്പലം. അവിടെ പോയിട്ട് പുള്ളിനെ കണ്ടു. അന്ന് പുള്ളിയുടെ പിറന്നാളും കൂടിയാണ്. ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു, കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പുള്ളിയെല്ലാം നോട്ട് ചെയ്തു. അപ്പൊ ഇവനെ ഒന്ന് പാർട്ടി ഒതുക്കി. ഇവനക്ക് എവിടെ ആക്സസ് ഇല്ലാതെ മിനിസ്റ്റർമാരുടെ അടുത്തും എല്ലായിടത്തും ഇവനെ പറ്റിയിട്ടുള്ള ഇത് പോയി, ഇവനെ ഇത് ചെയ്യാൻ പാടില്ല, ഡേഞ്ചർ ആണെന്ന്. അത് അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ CM-ന്റെ ഓഫീസിൽ നിന്ന്
കെ രാഗേഷിന്റെ ഭാഗത്തുനിന്ന് പുള്ളിയുടെ അസിസ്റ്റന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പാർട്ടി ഓൾറെഡി അവന്റെ പേരിൽ ഒരു നടപടി എടുത്തിട്ടുണ്ട്, അവന് ഇനി എവിടെ ആക്സസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് CM-ന്റെ ഓഫീസിൽ വന്ന പരാതി നമ്മൾ ഇവിടെ വെക്കുകയാണ്, ഇവിടെ അവർക്ക് യാതൊരു ആക്സസോ കാര്യങ്ങളും കൊടുക്കില്ല ഞങ്ങള്, പക്ഷെ അത് ലീഗലായിട്ട് ഞങ്ങൾ മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, എനിക്ക് പാർട്ടി ഇപ്പം നടപടി എടുത്തല്ലോ, ഓക്കെ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിയേരി അഡ്മിറ്റായി, ഹെൽത്ത് ഇഷ്യൂസ് ആയി, പുള്ളി മെഡ്രാസിലേക്ക് വരുന്നു. അപ്പൊ മെഡ്രാസിലെല്ലാ നേതാക്കന്മാരെല്ലാം കാണാൻ വരുമ്പോൾ ഞാൻ പോകാറുണ്ടായിരുന്നു എല്ലാവരെയും. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അധികവും ഞാൻ തന്നെ ഉണ്ടാവും അവിടെ, പല ഹെൽപ്പും കാര്യങ്ങളിലായിട്ട്. അപ്പൊ ആ സമയത്ത് ഓരോരുത്തർ വരുമ്പോൾ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു, എന്നെ പറ്റി, ഇവനെ പറ്റിയിട്ടുള്ള. അങ്ങനെ എല്ലാവരുടെ അടുത്തും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവൻ ഒറ്റപ്പെട്ടു. പക്ഷേ മാഷ് അങ്ങനെ കോടിയേരി മരണപ്പെടുന്നു, മാഷ് സെക്രട്ടറി ആകുന്നു. മാഷ് സെക്രട്ടറി ആയപ്പം ഇവന് ആദ്യം മാഷ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷ് ഒരു UK യാത്ര പോയിരുന്നു. യാത്രയിൽ പോയപ്പം ഇവന്റെ വീട്ടിൽ പോയിട്ട് പുസ്തക പ്രകാശനവും പിന്നെ ഇവന്റെ അവിടുന്ന് ഭക്ഷണവും കാര്യങ്ങൾ ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇവനടുത്ത് പോസ്റ്റ് ഇടുക. അപ്പൊ മാഷ് എന്റെ മകന്റെ പല കാര്യങ്ങളും ഇവന്റെ കയ്യിലുണ്ട്, മാഷ് അത് വെച്ച് ഭീഷണിപ്പെടുത്തി കാണും. അപ്പൊ മാഷ് പോയാൽ ഇവനെ സ്വീകരിക്കാണ്ട് വഴിയില്ല, വീണ്ടും ഇവൻ പൂർവാധിക ശക്തിയോടുകൂടി വരികയാണ്. പക്ഷെ CM ഓഫീസിൽ ആക്സസ് കിട്ടുന്നില്ല, അപ്പോഴും CM ഓഫീസിൽ അപ്പോഴും ആക്സസ് കിട്ടുന്നില്ല. പാർട്ടിന്റെ ഇടയിൽ കൂടിയുള്ള കളികൾ ഇങ്ങനെ നീണ്ടുപോകും. അപ്പോഴത്തേക്ക് ഇവനെ ലോ കേരള സഭയിൽ നിന്ന് ഇവനെ റിമൂവ് ചെയ്തു. അതിനകത്ത് ഇവനില്ല, ഇപ്പോൾ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്തു. അങ്ങനെ ഇവനെ ഒറ്റപ്പെട്ട് ഒരു ഇതിൽ പോവാണ്. ഇപ്പൊ എന്താ സ്ഥിതി എന്നുള്ള അറിയില്ല. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഈ ഭാര്യയുമായിട്ടുള്ള കേസ് എന്തായി? പിന്നീട് മമ്മൂട്ടിയാണല്ലോ കേസ് എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. അവർക്ക് ഒരു എവിഡൻസും കാര്യങ്ങളും ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കേസ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് പോവാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ വെറുതെ എല്ലാ സമയത്തും പോയി ജഡ്ജിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എനിക്കൊരു വരവിന് 10-20,000 രൂപ ചെലവാ സാറേ, 10-15,000 രൂപ ചെലവാ, ഹോട്ടല്, ട്രെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്താ അതൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പൊ പറഞ്ഞു അത് ഇനി ആവശ്യമുള്ളപ്പം വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പോകാറില്ല. കാരണം അവരെ എവിഡൻസ് ഇപ്പൊ മാറ്റി, അവർക്ക് ഒരു എവിഡൻസും കൊടുക്കാനില്ലാത്തത് അടിസ്ഥാനത്തിൽ ഇപ്പൊ എന്റെ എവിഡൻസിലേക്ക് വെച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കൊടുക്കാനുള്ള എവിഡൻസുകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ എത്രമാത്രം അതിലെ എൻ്റെ കമ്പനിയുടെ ലെഡ്ജർ കോപ്പിയൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഇവർക്ക് എത്രമാത്രം കാശ് കമ്പനിയിൽ നിന്ന് ചെലവായിട്ടാണ് ഇവർ ഈ പൊസിഷനിൽ എത്തിയെന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ ജഡ്ജ് കണ്ടിട്ട് കണ്ണു തള്ളിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും വലിയ റെക്കോർഡാണ്, എല്ലാം വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സത്യത്തിൽ മമ്മൂട്ടി എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് മുതൽക്കാണ് ഈ പ്രശ്നം ഇത്ര രൂക്ഷമാവുന്നത്, ശരിയാണോ? അല്ല, അന്നേരം ഒന്നും എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം അത് മുതൽക്കാണല്ലോ താങ്കളുടെ കൺട്രോളിന് പൂർണ്ണമായി പോകുന്നത്. ഷിഫ്റ്റ് ചെയ്യുന്നത് 18-ലാണ്. ഇഷ്യൂസ് ഒക്കെ വരുന്നത് നമുക്ക് 20-ന്റെ ശേഷമാണ്. 20 മുതലാണ് പുഴു വരുന്നതും. പിന്നെ ഈ കോവിഡ് വന്ന മുതലാണല്ലോ സ്വന്തം സ്ക്രിപ്റ്റ് മാറി പുഴുവിലേക്കൊക്കെ വരുന്നത്. അല്ല, ഈ 2018 മുതൽക്ക് മമ്മൂട്ടി പറഞ്ഞ പ്രകാരം വന്ന മുതൽ മമ്മൂട്ടിയുടെ അടുത്ത ബന്ധമാണല്ലോ. അഫ്കോഴ്സ് 16 മുതലേ നല്ല ബന്ധമാണ്. താങ്കളും മമ്മൂട്ടിയും നല്ല ബന്ധമായിരുന്നു. അതെ അതെ. പക്ഷെ ഇതിന് ശേഷം താങ്കളെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തു. അതെ, ഭാര്യയുമായിട്ട് വളരെ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തു. താങ്കളുടെ ഭാര്യയുമായി അടുത്ത ബന്ധമായി. അതെ, അവരെ താങ്കളിൽ നിന്ന് അകറ്റാൻ വേണ്ടി താങ്കൾക്കെതിരെ കേസ് കൊടുപ്പിച്ചതും മമ്മൂട്ടിയാണ്. കേസ് കൊടുപ്പിച്ചത് മമ്മൂട്ടിയാന്ന് ഞാൻ പറയുന്നില്ല, അഡ്വക്കേറ്റിനെ കൊടുത്തിട്ടുണ്ട്. അല്ല, അത് താങ്കളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അതെ അഡ്വക്കേറ്റിനെ വെച്ചു കൊടുക്കുകയും അത് കേസ് നടത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പിന്നെ അത് മാത്രല്ല, ഈ അടുത്തൊരു ഇതുണ്ടായിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഒരു മിനിറ്റ്. അതായത് പിന്നെ ഫാമിലി കോടതിയിൽ ഇപ്പം ഒരു കേസ് വരുന്നു, ഡിവോഴ്സ് പെറ്റീഷൻ ഓൾറെഡി അവിടെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ കസ്റ്റഡി പെറ്റീഷൻ വരുന്നു. കുട്ടികൾ കഴിഞ്ഞ 2023 വെക്കേഷൻ വരെ കുട്ടികൾ വെക്കേഷൻ ഉള്ളപ്പോൾ ചെന്നൈയിൽ വരലായിരുന്നു, ഇവിടുന്ന് വന്ന് പോകലായിരുന്നു. എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവരും, ഞാൻ തന്നെ പോയി കൂട്ടിയിട്ട് വരും, ഞാൻ തിരിച്ചു കൊണ്ടാക്കും. അങ്ങനെ അപ്പൊ 23 വന്നു. ഞങ്ങളൊരു യാത്ര ട്രിപ്പൊക്കെ പോയി, കുടുംബ കസിൻസ് ഒക്കെ ചേർന്ന് എല്ലാവരും ചേർന്ന് ഒരു ട്രിപ്പൊക്കെ, കാശ്മീരിൽ ഒരു ട്രിപ്പൊക്കെ പോയി അങ്ങനെ കൊണ്ടുപോയി ആക്കുന്നു. സ്കൂൾ തുറന്ന സമയത്ത് അവിടെ കൊണ്ടുപോകുന്നു. അവിടെ ഒരു വിചിത്രമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് 2023 ഞാൻ കുട്ടികളെ കൊണ്ടുപോയി തിരിച്ചവിടെ ആക്കി, സ്കൂൾ തുറന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി വിടുന്നു. തിരിച്ച് വന്ന് ഒരാഴ്ച കഴിയുന്ന മുമ്പേ, 2 ആഴ്ച എന്തോ ആയിട്ടുണ്ട്, ഫാമിലി കോർട്ടിൽ ഒരു കസ്റ്റഡി പെറ്റീഷൻ ഇവരിടുന്നു. അതുവരെ കസ്റ്റഡി പെറ്റീഷൻ ഇതുവരെ ഇട്ടിട്ടില്ല. ആ കസ്റ്റഡി പെറ്റീഷൻ ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ കോടതി എനിക്ക് നോട്ടീസ് അയക്കുന്നു. ഈ നോട്ടീസിന്റെ സോഫ്റ്റ് കോപ്പി എനിക്ക്
വക്കീല് എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഒഫീഷ്യലായിട്ട് കൊച്ചിയിൽ നിന്നൊരു നോട്ടീസ് ഇഷ്യൂ ആയി ഇവിടെ എത്താൻ ഒരു 4-5 ദിവസമെങ്കിലും എടുക്കും. ചെന്നൈയിൽ പോസ്റ്റൽ വഴി, റഷ്യയുടെ പോസ്റ്റൽ വരണല്ലോ. പിന്നെ പക്ഷെ ആ നോട്ടീസിൽ വന്ന് എനിക്ക് അവിടെ പോയി ഹാജരാവാനുള്ള സമയം പോലും തരാതെ ആ ജഡ്ജ് ഒരു ഓർഡർ പാസ്സാക്കുന്നു, കസ്റ്റഡി വിട്ടും കൊണ്ട് അവർക്ക് കുട്ടികളെ. അത് പിന്നീട് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അതിനകത്ത് ഭയങ്കരമായ ഇൻഫ്ലുവൻഷ്യൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കോടതിയിൽ ഒരു സിവിൽ മാറ്റർ ഒരു 2 ആഴ്ചന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 20 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു പെറ്റീഷൻ വന്നിട്ട് അതൊരു ഓർഡർ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോടതിയിൽ നടക്കുന്നതാണോ അത്? അപ്പൊ അതിനകത്ത് ആ ഓർഡറും വളരെ വിചിത്രമായ ഓർഡറാണ്. എന്താ പറയുന്നതെന്ന് അറിയോ? എന്റെ കുട്ടികളെ ഞാൻ ഫോണിൽ ബന്ധപ്പെടാൻ പാടില്ല, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരായിട്ട് ഞാൻ സംസാരിക്കാൻ പാടില്ല, അവര് താമസിക്കുന്നിടത്തോ അവര് പിന്നെ പഠിക്കുന്ന സ്കൂളിലോ ഞാൻ പോകാൻ പാടില്ല, പക്ഷേ സ്കൂളിന്റെ ഫീസും കാര്യങ്ങളും ഞാൻ പേ ചെയ്യണം. എത്ര വിചിത്രമായ ഓർഡർ അത്! ഫീസ് ഞാൻ പേ ചെയ്യണം. താങ്കള് കുട്ടികളെ എല്ലാം നോക്കണം, അതേസമയത്ത് കുട്ടികളെ കാണാനോ അടുത്തേക്ക് പോകാനോ പാടില്ല. ഒരു വിചിത്രമായ ഓർഡർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്? തീർച്ചയായിട്ടും. എന്ത് അടിസ്ഥാനത്തിലാണ് ആ ഫാമിലി കോടതി ജഡ്ജ് ആ ഓർഡർ കൊടുത്തത്? കാരണം അവിടെയും വക്കീല് ഈ ലേഡിയാണ്. അതെ, മമ്മൂട്ടി വെച്ച ടിക്കറ്റാണ്. ഒരു സെലിബ്രിറ്റിയാണ്, ബൈ പ്രൊഫഷൻ അഡ്വക്കേറ്റ് ആണ്. അവിടെ എന്താ നടന്നതെന്നുള്ളതും അറിയില്ല, സംശയമാണ് എനിക്ക്. ഞാൻ ആ ജഡ്ജിമെന്റ് പല ആൾക്കാരുടെ അടുത്തും ഷെയർ ചെയ്തപ്പോൾ എല്ലാവരും ആ ജഡ്ജിമെന്റിനെ പറ്റി സംശയം പറയുന്നുണ്ട്. എന്താണ് ഇത്ര ധൃതി ആ ജഡ്ജിക്ക് എന്നുള്ളത്? രണ്ടു ഭാഗവും കേൾക്കണ്ടേ? കുട്ടികളുടെ കസ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അവരുടെ തന്നെയാണ് കുട്ടികൾ കഴിഞ്ഞ 2018 മുതൽ അവരുടെ തന്നെയാണ് കുട്ടികൾ ഉള്ളത്. മനസ്സിലായല്ലോ? അവരുടെ അടുത്താ കുട്ടികൾ ഉള്ളത്. പക്ഷേ അവരുടെ അടുത്തുള്ള കുട്ടികൾക്ക് ഒരു കസ്റ്റഡി പെറ്റീഷൻ ഇട്ട് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ അടുത്തുണ്ടെങ്കിലാണ് കസ്റ്റഡി ഇട്ടിട്ട് കൊണ്ടുപോകേണ്ടത്. ഞാൻ വെക്കേഷനിൽ കൊണ്ടുവരുന്നു, തിരിച്ച് കൊണ്ടുപോയി ആക്കുന്നു. പിന്നെ എന്തിനാ കസ്റ്റഡി പെറ്റീഷൻ? അപ്പൊ സ്വാഭാവികമായിട്ടും നല്ലൊരു ഇതാണെങ്കിൽ ആ ജഡ്ജ് എന്താ ചോദിക്കാൻ? നിങ്ങളുടെ അടുത്താണ് കുട്ടികൾ ഉള്ളത്, വെക്കേഷനിൽ അച്ഛൻ്റെ അടുത്ത് പോകുന്നു വരുന്നു, പാപ്പാനെ കാണാൻ പോകുന്നു വരുന്നു, അതിലിപ്പോ എന്താണ് കസ്റ്റഡിന്റെ ആവശ്യം എവിടെയാ ഉള്ളതെന്നല്ലേ ശരിക്കുള്ള ഒരു കാഴ്ചപ്പാടിൽ വരണ്ടേ? അല്ലെങ്കിൽ എന്റെ ഭാഗമോ എന്റെ വക്കീലിനോ പറയാനുള്ളത് കേൾക്കണം. ഇതൊന്നും ഇല്ലാതെ ഒരു 1 സൈഡ് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഉണ്ടായി അതിനകത്ത്? അതിപ്പം അതിനുശേഷം പിന്നെ അപ്പീലില് ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. അവിടെ ബെഞ്ചില്ല. ഫാമിലി കോർട്ടിന്റെ കേസ് നോക്കുന്ന ബെഞ്ച് ഒരു പഞ്ചാബി ജഡ്ജ് വന്നു, പിന്നെ അദ്ദേഹത്തിന് സെറ്റായി അവര് പോയി. അങ്ങനെ ബെഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. താങ്കൾക്ക് കുട്ടികളെ കാണാൻ കഴിഞ്ഞില്ലേ? വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ രാജേഷ് കൃഷ്ണക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി ഹോട്ടലുകളിലൊക്കെ ആയിരുന്നു താമസിക്കാറ്. എറണാകുളത്ത് ഹോളിഡേ ഇൻ പ്ലാസ, മാരിയറ്റ്, ഇങ്ങനെയുള്ള വലിയ വലിയ ഹോട്ടലിലാണ് താമസിക്കാറ്. ഒരു സുപ്രഭാതത്തില് ഈ രാജേഷ് കൃഷ്ണക്ക് മമ്മൂട്ടി റെക്കമെൻഡ് ചെയ്തിട്ട് ആക്ടർ കുഞ്ചന്റെ വീട് വാടകയ്ക്ക് കൊടുക്കുക. കുഞ്ചന്റെ വീട് മമ്മൂട്ടിന്റെ കെയർ ഓഫിൽ രാജേഷ് വാടകയ്ക്ക് എടുത്തിട്ട്, പിന്നെ രാജേഷിന്റെ മീറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം പനമ്പള്ളി നഗറിലുള്ള ഒരു വീട്, NIA ഓഫീസ് ഉണ്ട്. ആ NIA ഓഫീസിന്റെ തൊട്ടടുത്താണ് ആ വീട്. ആ വീട്ടിലേക്ക് പിന്നെ അത് ഇത്രയും വലിയ ഇത്രയും ഇഷ്യൂസും നമ്മളെ പ്രശ്നങ്ങളെല്ലാം ആവുമ്പോൾ മമ്മൂട്ടി വീണ്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ചന്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചിട്ട് കുഞ്ചന്റെ വീട് രാജേഷിന് വാടകയ്ക്ക് കൊടുപ്പിക്കുകയാണ്. അത് ഈ അടുത്ത് ഞാനിത് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിലും ഈ സംഗതി പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ അടുത്താണ് അതിന്റെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ വ്യക്തമായ തെളിവില്ലാതെ പറയാം. അത് എനിക്ക് കിട്ടിയ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. മമ്മൂട്ടി റെക്കമെൻഡ് ചെയ്തിട്ടാണ് ആ വീട് കൊടുത്തിരിക്കുന്നത് എന്നുള്ള, അവിടെ വീടെടുത്തെന്നുള്ള കാര്യം അറിയും. അപ്പൊ എന്താണ് ഈ രാജേഷ് കൃഷ്ണയും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തിനാണ് മമ്മൂട്ടിനെ പോലത്തെ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരു ഫ്രോഡിനെ പേടിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഉള്ളത്. പിന്നെ രണ്ടാമത് ഞാനിപ്പോ പറയാൻ പോകുന്ന വേറൊരു കേസ് ഇതുവരെ പറയാത്തത്, എന്റെ ഭാര്യയുടെ പേര് മാറ്റിയതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. റത്തീന എന്നല്ലേ പേര്? ഹർഷാദ് എന്നല്ലേ പേര്? റത്തീന ഷർഷാദ് എന്നായിരുന്നു. അവരുടെ ആധാറും അവരുടെ പാസ്പോർട്ടും എല്ലാം അങ്ങനെ തന്നെയാണ്. അവര് മാരേജ് ചെയ്തപ്പോൾ അവരെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ എന്റെ പേരും കൂടെ ചേർത്തിട്ട് അവർ അമെൻഡ് ചെയ്തതാണ്. ആദ്യം റത്തീന അവരുടെ ഫാദറുടെ പേരായിരുന്നു, അത് മാറ്റി എന്റെ പേര് വെച്ചിട്ടായിരുന്നു. പുഴു സിനിമയുടെ പോസ്റ്ററൊക്കെ അല്ല, നിങ്ങൾ ഉയരേന്റെ ഒക്കെ പോസ്റ്റർ നോക്കിയാൽ മതി, റത്തീന ഷർഷാദ് എന്നാണ് കാണുക. പിന്നെ ഈ പുഴു അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ വന്നിരിക്കുന്ന യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ റത്തീന ഷർഷാദ് തന്നെയാണ്. റത്തീന ഷർഷാദ് എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോസ് ഒക്കെ കാണാം. പേര് മാറ്റി ഞാൻ അതിലൊരു ഒബ്ജക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് അന്ന് നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്ന സമയത്തായിരുന്നു ഇങ്ങനെ പേര് മാറ്റണം,
പേര് ഞാൻ റത്തീന എന്ന് മാത്രം ആക്കാൻ പോവാണെന്നൊക്കെ പറയാം. പറഞ്ഞാൽ നീ ഓരോരുത്തരുടെ പേര് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ, നമുക്ക് അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ എനിക്കിപ്പോ ഈ അടുത്ത് കിട്ടിയ ഒരു ന്യൂസ് വെച്ചിട്ട് ഞാൻ ആ വാർത്ത ഞാൻ കേട്ടപ്പോൾ ഞാൻ വളരെ ഭയങ്കരമായിട്ട് പ്രയാസം തോന്നി. മമ്മൂട്ടി അവരെ കൂടെ ജോലി ചെയ്ത് അവരുടെ പുഴയുടെ സെറ്റിൽ വർക്ക് ചെയ്ത ഒരാൾ തന്നെ എൻ്റെ അടുത്ത് പറയാണ്. ഇപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇതുവരെ എന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പുറലോകം അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിൽ ഇങ്ങനെ വന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴാണ് അവരൊരു പുകമറ സൃഷ്ടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് പിണങ്ങിപ്പോന്നതാണ്, എനിക്കിവിടെ വേറെ സ്ത്രീകളായിട്ട് അഫയർ ഉണ്ടായിരുന്നു, അങ്ങനെ അവരെ ഫ്ലാറ്റിലൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് സിനിമാക്കാരുടെ മുമ്പിൽ കഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് എന്റെ ഫ്രണ്ട്സും എന്റെ റിലേറ്റീവ്സും കാര്യങ്ങൾക്കൊക്കെ നമ്മളെ വീട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇവിടെ ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത് അന്നും ഇന്നും. നമ്മൾ ആരെയും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ അപ്പൊ എന്റെ ഇന്റർവ്യൂസ് പുറത്തു വരുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ പ്രയാസങ്ങൾ തുടങ്ങിയിട്ട് എന്റെ അടുത്ത് ന്യൂസ് എത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മമ്മൂട്ടി പറയാ പോലെ ഇവളടുത്ത് പിന്നെ അപ്പൊ ഈ പുഴുവിന്റെ സമയത്ത് അവളിപ്പോ പേര് മാറ്റണപ്പോ എന്നോട് പറഞ്ഞു അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയല്ലോ, ഞാൻ ഈ പുഴുവിനെതിരെ അപ്പൊ എന്നോട് ഇവര് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കൊണ്ടു കൊടുത്തപ്പോ ഫസ്റ്റ് പറയപ്പോ നീ ആദ്യം ഈ പേര് ഇവന്റെ പേര് കട്ട് ചെയ്ത് ഒഴിവാക്കി, നിന്റെ കെയർ ഓഫിൽ എന്തിനാ അവൻ ഫേമസ് ആവുന്നത് ചോദിച്ച ചോദ്യമാണ്. നിന്റെ കെയർ ഓഫില് അവൻ എന്തിന് ഫേമസ് ആവണം? മമ്മൂട്ടിയെ പോലെ ഒരാള് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. നിന്റെ എന്തിനാണ് അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞും കൊണ്ട് പേര് 2 ദിവസം കൊണ്ട് ഇവരെ കൊണ്ട് ഗസ്റ്റിൽ പബ്ലിഷ് ചെയ്ത്, പേര് മാറ്റൽ എളുപ്പമല്ലല്ലോ, ഇവരെ ഗസ്റ്റിൽ പബ്ലിഷ് ചെയ്തു. പിന്നെ പേര് മാറ്റി അവിടുന്ന് ഫ്രഷ് ഐഡന്റിറ്റി കാർഡോ ആധാർ കാർഡൊക്കെ അവിടെ മാറ്റി എന്നാണ് അറിഞ്ഞത്. മാറ്റി എന്റെ പേര് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് പാസ്പോർട്ടിൽ ഇന്നും എന്റെ പേരുണ്ട്, അത് മാറ്റാൻ പറ്റിയിട്ടില്ല. കാരണം അത് ഡിവോഴ്സ് ഓർഡർ കിട്ടിയാലല്ലേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ആധാറും കാര്യങ്ങളിലെ ഇവരുടേതായ ചാനലിലും ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ട് ആധാറിലും മറ്റ് വോട്ടേഴ്സ് ഐഡിയിലൊക്കെ എന്റെ പേര് കട്ട് ചെയ്തിട്ട് അങ്ങനെ റത്തീന ഷർഷാദ് എന്നുള്ളത് റത്തീന PT എന്നുള്ള അല്ല റത്തീന എന്ന് മാത്രം ആക്കിയിട്ട് പുഴുവിന്റെ പോസ്റ്റർ അനൗൺസ് ചെയ്ത് വരും. അപ്പൊ അതില് പക്ഷെ എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്താ വെച്ചാൽ സോണിയിൽ ഇന്നും കാണിക്കുന്നത്, സോണിയാണല്ലോ ആ പടം റിലീസ് ചെയ്ത്, അത് OTT ആയിരുന്നു. സോണിയിൽ ഇന്നും റത്തീന ഷർഷാദ് തന്നെയാണുള്ളത്. അവര് മാറ്റിയെങ്കിലും സോണിക്കാർ അത് മാറ്റിയിട്ടില്ല. അതായത് താങ്കൾ എറണാകുളം പിന്നെ റത്തീന കുട്ടികളും കൂടെ ഇങ്ങോട്ട് വന്ന് ഷിഫ്റ്റ് ചെയ്യുന്നവരെ താങ്കളും റത്തീനയെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല? ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ 2 കൊല്ലം ഒരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല, ഏറ്റവും ഹാപ്പി ആയിരുന്നു, ഹാപ്പി ആയിട്ടുള്ള ലൈഫായിരുന്നു. ഞങ്ങൾ അവിടെ 2019 പിന്നെ 2019 അവിടുന്ന് ടൂർ പോയതും കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളെല്ലാം എന്റെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ അല്ലേ. അതുവരെ യാതൊരു പ്രശ്നവുമില്ല. സിനിമയിലേക്ക് കടന്ന പുഴു എന്ന സിനിമയുടെ സംവിധാനത്തിലേക്ക് കടന്നതിന് ശേഷമാണ് റത്തീനയുമായിട്ടുള്ള ലൈഫ് ഇങ്ങനെയായത്. അതെ, പിന്നെ ഞാൻ അവിടെ എടുത്തു കൊടുത്തിരുന്ന, ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എടുത്തു കൊടുത്ത ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഫ്ലാറ്റ് എന്ന് പറയുന്നത് പിന്നെ വൈറ്റ്ലയിൽ കെന്റ് അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് ആണ്. കെന്റ് വൈറ്റ്ല ഹബിന്റെ അടുത്ത്. അപ്പൊ അവിടെ ഈ പിന്നെ ഇവര് നിർബന്ധിതമായിട്ട് അവിടുന്ന് മാറേണ്ട അവസ്ഥ വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ രാജേഷ് കൃഷ്ണയുടെ വിസിറ്റ് ഒക്കെ ഉണ്ടായി എന്നുള്ളത് അവിടെ റെക്കോർഡിക്കലി അവൈലബിൾ ആണ് ഞാനില്ലാത്ത സമയത്ത്. അപ്പം എന്താന്ന് പറഞ്ഞാല് അവിടെ അവിടുത്തെ ഈ മൈ ഗേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. കൊച്ചിയിലുള്ള ഒരുവിധം ഫ്ലാറ്റുകളിലൊക്കെ ഗസ്റ്റിന് മൈ ഗേറ്റ് ആപ്ലിക്കേഷൻ മുഖേനയാണ് എൻട്രി ഇട്ടിട്ട് ഉള്ളിൽ പോവുക. അപ്പൊ ആ സമയത്തൊക്കെ വന്നിരിക്കുന്നത് ഇവർക്ക് അവിടുന്ന് അവര് മാറാൻ നിർബന്ധിതരായി. അപ്പൊ മാറുന്ന ഈ സെക്യൂരിറ്റിന്റെ സിസ്റ്റം പ്രകാരം അവിടെ വരുന്ന ആളുകളെ പേരൊക്കെ എൻട്രി ചെയ്യണം. പിന്നെ ഇവന്റെ കാർ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യലും, സ്ഥിരം കാറൊക്കെ അവിടെയായിരുന്നു പാർക്കിംഗ് ഒക്കെ. ഇവനൊരു BMW ഉണ്ട്, അതൊരു പെണ്ണ് കേസിൽപ്പെട്ട ഒരു ഫിലിം പ്രൊഡ്യൂസർ ഉണ്ട്, ഖത്തർ ബേസ്ഡ്. അദ്ദേഹത്തിന്റെ ഒരു കാറാണ് ഇവന് യൂസ് ചെയ്യുക. ഓക്കെ, അദ്ദേഹത്തിന് എതിരെ കേസ് ഈ P ശശിനെ വെച്ചിട്ട് ഒത്തുതീർപ്പാക്കി കൊടുത്തത്. അന്ന് രാഹുൽ നായർ എന്ന് പറഞ്ഞ റൂറൽ SP ആയിരുന്നു എറണാകുളത്ത്. അദ്ദേഹം ഈ പ്രൊഡ്യൂസറെ പിടിച്ച് അറസ്റ്റ് ചെയ്തു, പെണ്ണ് കേസിൽപ്പെട്ട ആളെ. അങ്ങനെ ആ കേസ് അവിടുന്ന് രാഹുലിനെ മാറ്റി വേറെ SP-നെ പോസ്റ്റ് ചെയ്തും കൊണ്ടാണ് ആ കേസ് സെറ്റിൽമെന്റ് ആക്കിയത് P ശശി ഈ രാജേഷ് കൃഷ്ണക്ക് വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കാറാണ് ഇവനെ യൂസ് ചെയ്യാറ്. അങ്ങനെ ഇവൻ അവിടെ വന്നു അപ്പൊ ഇവര് അവിടുന്ന് ഫ്ലാറ്റ് മാറണ കാരണം ഇവരെ കേസുകൾ ഇങ്ങനെ വരുന്ന സമയം ഇവർക്ക് കൂടുതലായിട്ട് ഇവരെ എന്താ പറയാ ആലോചനകൾ തുടങ്ങി. ഫ്ലാറ്റ് പെട്ടെന്ന് മാറുക. അപ്പം സ്വാഭാവികമായിട്ടും ഈ സിനിമന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ കമ്പനി ഇവർക്കൊരു അക്കോമഡേഷൻ കൊടുക്കും. അവിടത്തേക്ക് തൽക്കാലം മാറി. അവിടുന്ന് ഫിലിം കഴിഞ്ഞപ്പം ഇവർക്ക്
ഫ്ലാറ്റ് കിട്ടാതായി. അല്ല, ഫിലിം മാറിയപ്പം ഇവരവിടുന്ന് ഒഴിവാക്കി വേറെ ഫ്ലാറ്റ്. അപ്പൊ ഇവർക്ക് കൊച്ചിയിൽ ഫ്ലാറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഫ്ലാറ്റ് കിട്ടുന്നില്ല. ഭർത്താവില്ല, അല്ലെങ്കിൽ മുസ്ലിം, അങ്ങനെ ഇവര് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. മുസ്ലിമും ഭർത്താവ് കൂടെ ഇല്ലാത്തതും കാരണം എനിക്ക് കൊച്ചിയിൽ എവിടെയും ഫ്ലാറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു, അത് വൈറലായിരുന്നു. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ കാണാം. അതും എനിക്കിപ്പോ മനസ്സിലാകുന്നത്, ഈ മമ്മൂക്കാന്റെ ഇതിൽ നിനക്ക് ഫ്ലാറ്റ് കിട്ടുന്നില്ലെങ്കിൽ നീ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നുള്ളത് ഇദ്ദേഹമാണ് പിന്നെ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. രാജേഷ് കൃഷ്ണ അല്ല, മമ്മൂട്ടി. മമ്മൂക്കാന്റെ അടുത്ത് പറയാ എനിക്ക് ഫ്ലാറ്റ് കിട്ടുന്നില്ല, പ്രയാസങ്ങളാണ്, ഇങ്ങനെയാണ് ഞാനിങ്ങനെ. അപ്പൊ പറയാണ്, പുള്ളി ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഫ്ലാറ്റ് കിട്ടാത്ത. അപ്പൊ അത് വെച്ചിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്, നീ ഇപ്പൊ ഒരു സിനിമ ഡയറക്ടറൊക്കെ അല്ലേ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതങ്ങ് പിന്നെ അങ്ങ് വൈറലായിട്ട് കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനെ ഒരു വാർത്ത വന്നിട്ട് അത് വലിയൊരു ചർച്ചയായിരുന്നു. എല്ലാ യൂട്യൂബ് ചാനലൊക്കെ എടുത്തിട്ട് വാർത്ത ചെയ്തിരുന്നു. എല്ലാ പത്രമാധ്യമത്തിലും വന്നതാണത്. ഈ അതായത് ഈ പുഴു എന്ന സിനിമയിലേക്ക് കടന്നോട് കൂടിയിട്ടാണ് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയത് അവര്. അതെ, അത് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് താങ്കളെ ഒഴിവാക്കിയതാണ്. അതെ. ഈ ഇതില് മമ്മൂട്ടിക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇല്ല. അതേപോലെ രാജേഷ് കൃഷ്ണയ്ക്കും ഇല്ല. ഈ മമ്മൂട്ടി പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതിൽ ഇവരെ സാമ്പത്തിക ഇടപാടുകള്, ഇവളുടെ അക്കൗണ്ടിലേക്കുള്ള ഫണ്ട്, മമ്മൂട്ടി ഇപ്പൊ പടത്തുന്ന സിനിമന്റെ പുറമേ ഉള്ള പുഴുവിന്റെ ശേഷം സാമ്പത്തികമായിട്ട് സഹായിച്ചു എന്നുള്ളതിന് തെളിവുണ്ട്. ഇങ്ങനെ പല തെളിവുകളും ഉണ്ട്. അപ്പൊ അതൊക്കെ എന്തിന് ഒരു ഡയറക്ടർക്ക് എന്തിന് ഇത്രമാത്രം പൈസ സഹായിക്കേണ്ട ആവശ്യം എന്നൊക്കെ ഉള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇതൊരു അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കുടുങ്ങും. മമ്മൂട്ടിയും രാജേഷ് കൃഷ്ണയും ഭാര്യയും കുടുങ്ങും. കൊടുങ്ങും. രാജേഷ്, എന്റെ ഹൈക്കോടതിയിൽ എന്റെ പെറ്റീഷൻ കിടക്കുകയാണല്ലോ, അത് ഹിയറിംഗ് തുടങ്ങാൻ പോവാണ്. എന്താണ് പെറ്റീഷൻ? അത് ഈ രാജേഷ് കൃഷ്ണയുടെ സാമ്പത്തിക അന്വേഷണങ്ങൾ, ഇടപാടുകളിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ റെസ്പോണ്ടിങ് പാർട്ടിയായിട്ട് ED ഇൻകം ടാക്സിനെല്ലാം വെച്ചും കൊണ്ട് DGP, കാരണം എന്റെ 2 പരാതികൾ ഇന്നും FIR ആവാതെ കേരളത്തിൽ കിടക്കുക. ഒന്ന് കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ വെച്ചിട്ട് ഈ രാജേഷ് കൃഷ്ണ, ഞാൻ MABനെ കണ്ടിട്ട് വരുന്ന സമയത്ത് എന്നെ അവിടെ വെച്ച് ഇവനെ ആക്രമിച്ചു. ഇവൻ നേരിൽ കണ്ടപ്പോ നീ എനിക്കെതിരെ പാർട്ടിക്ക് പരാതി കൊടുക്കുമല്ലടാന്ന് പറഞ്ഞിട്ട് ആക്രമിച്ചു. അതിനെതിരെ P. ശശി ഇൻവോൾവ് ചെയ്തിട്ട് ആ കേസ് ഇപ്പോഴും FIR ഇട്ടിട്ടില്ല. എന്റെ ഭാര്യന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഫസ്റ്റ് പ്രശ്നം തുടങ്ങുമ്പോൾ ഞാൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഇവനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തു ഓൺലൈനിൽ. അതും ഇതുവരെ FIR ആയിട്ടില്ല. അതൊക്കെ ഇപ്പം ഹേമ കമ്മിറ്റി ഞാൻ DGPക്ക് അയച്ചു, SPക്ക് അയച്ചു, DGPക്ക് അയച്ചു, ഒരു നടപടിയില്ല. ഇപ്പൊ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന SITക്ക് ഞാൻ ആ പരാതികൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം. SITയിൽ വന്നിട്ടുണ്ട് ഈ കാര്യം. SITയിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്റെ പരാതി, ഞാൻ റീഫോർവേഡ് ചെയ്തിട്ടുണ്ട്. രാജേഷ് കൃഷ്ണന്റെ വീട് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയാണ്, എളന്തൂർ. അതെ. അതായത് നല്ല സ്വസ്ഥമായി ജീവിച്ചിരുന്ന, സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെയാണ് മമ്മൂട്ടിയും രാജേഷ് കൃഷ്ണയും തകർത്തത്. അതെ. കുട്ടികളുടെ സ്ഥിതി എന്താണ്? അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇപ്പം മൂത്തവൻ ഇപ്പൊ +2 ആണ്. അവനിപ്പോ ഈ അടുത്ത വർഷം കോളേജിലേക്ക് മാറണം. അപ്പൊ ആ സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴിയാണ് നോക്കുന്നത്. മറ്റവൻ വളരെ ചെറുതാണ്. പക്ഷെ അവർക്ക് വിദ്യാഭ്യാസപരമായ ഇതൊക്കെ അവിടുന്ന് കിട്ടുന്നുണ്ട്. അതൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ചെറിയവനായിട്ട് ഭയങ്കര കൂടുതൽ, മറ്റവനെക്കാട്ടി ചെറിയ ആളായിട്ടാണ് കൂടുതൽ അടുപ്പം. അപ്പൊ അവന്റെ പ്രയാസമുണ്ട്. ഇപ്പൊ എനിക്ക് കോർട്ട് ഓർഡർ പ്രകാരം ഇവര് കംപ്ലീറ്റ് ഫോണും എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സംസാരിക്കാനും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെയാണുള്ളത്. അതായത് ഞാൻ ലേറ്റസ്റ്റ് അനുഭവം ഞാനൊന്ന് പറയാ. ഇന്ന് രാവിലെ ഉണ്ടായ അനുഭവം. പിന്നെ എനിക്ക് മരണ സ്റ്റേഷനിലെ ഒരു ജിഷ എന്ന് പറയുന്ന ഒരു ASI എന്നെ വിളിക്കുകയാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ്. ഷർഷാദാണോ? ഞാൻ പറഞ്ഞത് അതെ. താങ്കൾക്കെതിരെ ഇങ്ങനെ CMന്റെ ഓഫീസിൽ നിന്ന് ഒരു പരാതി അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്താണ്? അതെ, താങ്കളുടെ ഭാര്യ കൊടുത്തതാണ് CMന്. പിന്നെ ഇങ്ങനെ അവർക്കെതിരെ ഇങ്ങനെ അപവാദ പ്രചരണം നടത്തുന്നു സോഷ്യൽ മീഡിയ വഴി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അപവാദ പ്രചരണം ഞാൻ എവിടെയും നടത്തിയിട്ടില്ല. പിന്നെ CMന് ഞാൻ 2022 കൊടുത്ത ഒരു പരാതിയുണ്ട്. ആ പരാതി ഞാൻ വീണ്ടും ഇപ്പൊ ഹേമ കമ്മിറ്റിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഒഫീഷ്യലായിട്ട് CMന്റെ മറ്റേ പോർട്ടൽ ഉണ്ടല്ലോ, പരാതി സെല്ലിൽ ഞാൻ 26 ഓഗസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് കൊടുക്കുന്ന പരാതിന്റെ മുമ്പേ എന്റെ പരാതി അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അതിന് അന്വേഷണം CMന്റെ ഓഫീസിൽ നിന്ന് അന്വേഷണം വന്നില്ല? ഇവരന്വേഷണം. അപ്പൊ അതും എനിക്ക് നല്ല ബന്ധം മനസ്സിലാകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് മമ്മൂട്ടിയും CMും നല്ല സുഹൃത്തുക്കളാണ്. അതിനകത്ത് 100% അവരെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്റെ പരാതി അവിടെ ഉള്ളിടത്തോളം 2022 മുതൽ എന്റെ പരാതി അവിടെ കിടക്കുക.
അതിൽ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടില്ല. കൊടുത്തിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതിക്ക് FIR പോലും ഇടണ്ടാന്ന് പി ശശി വിളിച്ചു പറയുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ഇവര് കൊടുത്ത പരാതിക്ക് ഉടനെ അന്വേഷണമാണ്. അപ്പൊ ഞാൻ ആ മാഡത്തിന് എന്റെ എല്ലാ ഇന്റർവ്യൂസിന്റെ ലിങ്ക് ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ CM-ന് 2022 കൊടുത്ത പരാതിയുടെ കോപ്പി അയച്ചു കൊടുത്തിട്ടുണ്ട്. മാഡത്തിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ നോക്ക്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ആ പരാതിയുടെ ആവശ്യം എന്താണ്? അപ്പം ആ മാഡം പറഞ്ഞു, പരാതിയുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്കെതിരെ പിന്നെ ഇന്റർവ്യൂസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിക്കെതിരെ, അല്ല മമ്മൂട്ടി എന്നുള്ള വാക്ക് അവിടെ വന്നിട്ടില്ല, അവർക്കെതിരെ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിൽ അവർക്ക് പ്രയാസമുണ്ട്, പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട് അവർക്കത്. പ്രൊട്ടക്ഷൻ ഓർഡർ ലംഘിച്ചു. അപ്പൊ പ്രൊട്ടക്ഷൻ ഓർഡർ ലംഘിച്ച അടിസ്ഥാനത്തിൽ നിങ്ങൾക്കെതിരെ കേസ് എടുത്തിട്ട് നിങ്ങളെ ജയിലടക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ആവശ്യം എന്നുള്ളത്. അതായത് എന്റെ വായ മൂടാന്നുള്ളത്. അപ്പൊ ഞാൻ അവരുടെ കോടതിയിലല്ലേ കൊടുക്കേണ്ടത്? കോടതിയിൽ കൊടുത്തു. അതും ഒരു ഡ്രാമ നടന്നിട്ടുണ്ട്. കോടതിയില് എന്റെ മറുനാടൻ ഇന്റർവ്യൂ വന്നപ്പം കോടതിയിൽ മറുനാടനെയും കൂടെ കക്ഷി ചേർത്തിയും കൊണ്ട് ഒരു പെറ്റീഷൻ ഇട്ടു. എന്റെ വക്കീലിന് അതിന്റെ കോപ്പി വന്നു. 3-ാം ദിവസം ഹിയറിംഗ് പോസ്റ്റായി. പിന്നെ ഹിയറിംഗിന് പോസ്റ്റായ സമയത്ത് എന്റെ വക്കീൽ ഹാജരായി. എന്നെ കോടതിയിൽ നിന്ന് വിളിക്കുന്നു. അവർ ആ പെറ്റീഷൻ വിഡ്രോ ചെയ്ത് കൊണ്ടുപോയി. കേസ് ജഡ്ജി വിളിച്ചപ്പോ ഇവരെ വക്കീല് പറയാണ്, ഞങ്ങൾ ആ കേസ് വിഡ്രോ ചെയ്യാണെന്ന് ചോദിച്ചു. അപ്പൊ വക്കീൽ എന്റെ അടുത്ത് ജഡ്ജി ഞങ്ങളെ വക്കീലിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടോ? അപ്പൊ വക്കീൽ പറഞ്ഞു, ഞങ്ങൾക്ക് എന്താ ഒബ്ജക്ഷൻ? അവർ ഫയൽ ചെയ്ത കേസ് അവർ വിഡ്രോ ചെയ്യുന്നതിന് ഒബ്ജക്ഷൻ ഇല്ലല്ലോ. പോലീസിന് യാതൊരു റോളും ഇല്ലാത്തൊരു സംഭവം അതിന്റെ അകത്ത് അല്ല. എന്നിട്ട് ആ കോടതിയിൽ നടന്ന ഡ്രാമ എന്താണെന്നറിയോ? ഇവരെ മമ്മൂട്ടിനോട് ചോദിക്കാണ്ടാണ് ഈ മറുനാടൻ ഇന്റർവ്യൂവിനെതിരെ കോടതിയിൽ പെറ്റീഷൻ ഇട്ടത്. ഇത് വന്ന് വീണ്ടും അവിടെ വാദം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഈ കാര്യങ്ങൾ കോടതി ഹാളിൽ കേൾക്കുമ്പോൾ നാട്ടക്കേസ് ആയിരിക്കാ വരിക? മമ്മൂട്ടിയാണ് ഈ ലൈഫ് തകർത്തതെന്നും കുടുംബം തകർത്തതെന്നും താങ്കളുമായിട്ടുള്ള ഇങ്ങനെ എല്ലാ കാര്യത്തിനും കാരണക്കാരൻ മമ്മൂട്ടിയാണെന്ന് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യും. അതെ, ഇതിന് അദ്ദേഹത്തിനെ വിശ്വസിച്ചിട്ട് ഒരു കുടുംബത്തിനെ അദ്ദേഹത്തിന്റെ സിനിമ ചെയ്യാനുള്ള ഒരു ജീവിതത്തിൽ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്ത് അതിനു വേണ്ടി ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നപ്പോൾ ഇവൻ ഫ്രോഡാണെന്നുള്ളത് പല എക്സാമ്പിളുകളുണ്ട്. അപ്പൊ ഫ്രോഡിന്റെ കൂടെ ഇദ്ദേഹം കൂടിയിട്ട് എന്തിനാ അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രായി നിൽക്കാം. അല്ല, താങ്കളെ വിളിക്കാലോ, എന്നിട്ട് എന്താണ് കാരണം എന്ന് ചോദിക്കാം. താങ്കള് അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിട്ടല്ലേ ഇങ്ങോട്ട്. കമ്മിറ്റി റിപ്പോർട്ട് വന്നത് മുതൽ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് മദ്രാസിലാണ് ആള്. ഇവിടെ നിന്ന് വിളിച്ചാൽ തന്നെ ഞാൻ പോയി കാണും. പുള്ളിയുടെ വീട് എവിടെയാണ്, എന്താണ്, നമ്മളവിടെ പല പ്രാവശ്യം പോയി കണ്ടതാണ്, എല്ലാം അറിയുന്നതാണ്. അതിന് പോലും പുള്ളി തയ്യാറില്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്? എന്താണ് ഇതിന്റെ അകത്ത്? എന്താണ് നിങ്ങൾക്ക് മറച്ചു വെക്കാനുള്ളത്? അത് നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അത് തുറന്നു പറയണം. അല്ല, താങ്കളെ പോലെ എത്ര കുടുംബങ്ങളെ മമ്മൂട്ടി തകർത്തിട്ടുണ്ടാവും ഇങ്ങനെയാണെങ്കിൽ? അതിപ്പോ നമ്മളെ മുമ്പിൽ അങ്ങനെ ഒരു തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ല. എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സംഭവം എന്ന് പറയുന്നത് ജനീനായ താങ്കൾ ഭാര്യയെയും കുട്ടികളെയും വളരെ എല്ലാ വിധത്തിലും സംരക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ല സന്തോഷത്തോടുകൂടിയാണ് ജീവിച്ചത്. ഈ സിനിമ തുടങ്ങിയത് മുതൽക്കാണ് അവരെ വിച്ഛേദിച്ച് മാറ്റിക്കൊണ്ടുപോയി താങ്കൾക്കെതിരെ കേസ് എടുപ്പിച്ചത്. ശരിയാണല്ലോ? അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിനെതിരെ വ്യാപകമായ പരാതികൾ ഇതിനിടയിൽ വന്നു എന്ന് പറയുന്ന കാര്യം ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണത്. ആയിരിക്കാം. അതിപ്പോ ഓരോരുത്തർ ആരെങ്കിലും വന്ന് അവര് ഇപ്പം ഈ രാജേഷ് കൃഷ്ണക്കെതിരെ ഇപ്പം ഈ ശ്യാമ് വന്ന് കണ്ടില്ലേ എന്റെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിലപ്പോൾ പല ആൾക്കാരും ഉണ്ടാവായിരിക്കാം. അതായത് അവർക്ക് ചിലപ്പം ഒഫീഷ്യലി പുറത്ത് വന്ന് തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവും. ഈ MV ഗോവിന്ദൻ ഇപ്പോൾ മകന്റെ പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അതെ, 100%. ഇതിന്റെ എല്ലാ രേഖകളും പിണറായി വിജയന്റെ കൈവശം ഉണ്ടാവാം. അത് മാത്രല്ല ഈ 2 കോടിയുടെ കേസ് വലിയ കേസാണ്. അതിപ്പോഴും തീർന്നിട്ടില്ല. കാശ് കൊടുത്തിട്ടില്ലല്ലോ. ചെറുതെന്തോ കൊടുത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ. അത് പക്കാ തട്ടിപ്പാണ്. എന്തായാലും വളരെ വിശദമായ ഒരു ഇന്റർവ്യൂ ആണ് തന്നത്. നമുക്ക് കൂടുതൽ ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വീണ്ടും ചെയ്യാം. അതുവരെ നന്ദി, നമസ്കാരം.